നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. കേട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. കഴിഞ്ഞ ഡൗട്ട് ക്ലിയറൻസ് സെഷനെ കണ്ടിട്ട് ഓക്കെ ആയിരുന്നോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നോ? എല്ലാവർക്കും ഡൗട്ട് എല്ലാം ക്ലിയർ ആയോ? ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഓക്കെ. ബാക്കിയുള്ളവര് ഡോട്ട് ക്ലിയർ സെക്ഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചാർട്ടൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയ ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഇപ്പോഴും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ചിലപ്പോൾ ഗ്രൂപ്പിലിടും, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഏതെങ്കിലും വെണ്ടർക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്. ഓക്കെ. അത് പ്രദീപ് മിസ്റ്റേക്ക്. സാറാ അവർക്ക് ഇട്ട് ആ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മിസ്റ്റേക്ക്. അതിനുശേഷമാണ് ഞാൻ എന്റെ ഡൗട്ട് ക്ലിയർ ആകാത്തോണ്ടാണ് പുള്ളിക്കാരൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തത്. ഓക്കെ 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 ഓക്കെ. കണ്ടി മിസ്റ്റേക്ക് സംഭവിക്കും, അത് സ്വാഭാവികമാണ്. തുടക്ക സമയത്ത് സംഭവിച്ചില്ലുള്ള പ്രശ്നം. ഓക്കെ. ഇപ്പോൾ മാക്സിമം വർക്കൗട്ടുകൾ ചാർട്ടുകൾ വർക്കൗട്ട് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന അത്രോളം ചാർട്ടുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ അങ്ങോട്ട് അത് ഫാസ്റ്റ് ആയിക്കോളും, റെഡി ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആയിക്കോളും. എൻ്റെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ക്ലിയർ ആവുണ്ടല്ലോ. ആ ചെറിയ എറേഴ്സ് ഒക്കെ സംഭവിക്കും, വേറെ ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് സമയം കളയണ്ട, നേരെ ആ. ടോപ്പിക്കിലേക്ക് പോവാം. എൻ്റെ സ്ക്രീന് കണ്ടില്ലേ? സ്ക്രീന് ഓക്കെ അല്ലേ? ആ. അതേപോലെ തന്നെ വോയിസ് ഓഡിബിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, then we can start. ചാർട്ട് റെഡും ഗ്രീനും ഒക്കെ ഞാൻ ആക്കാം. കളറിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തികളും ഇല്ല. ഓക്കെ, അപ്പോൾ കളറ് വെച്ചിട്ട് നിങ്ങൾ നോക്കാതിരിക്കുക. മാക്സിമം ആ ചാർട്ടിൻ്റെ ഒരു ക്യാൻഡിലിനെ മാത്രം, അതായത് ഇപ്പോൾ ഒരു ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. കളറിൽ പ്രത്യേകിച്ച് പ്രസക്തികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം. ആ ഒരു ക്യാൻഡിലിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുക തുടക്കം തൊട്ട്. ഓക്കെ, റെഡ് ഗ്രീൻ എന്നതിനപ്പുറത്തേക്ക് ആ ക്യാൻഡിൽ എന്താണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കി അങ്ങനെ പതിഞ്ഞിരിക്കണോണ്ട് റെഡ് സെല്ലും ഗ്രീൻ ബൈ എന്നുള്ളൊരു ഓക്കെ, അത് കൺസെപ്റ്റിലേക്ക് അത് 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 മാറണം. അതൊരു കൺസെപ്റ്റ് അല്ല, അത് നമ്മളെ മണ്ടത്തരമാണ്. ഓക്കെ, ഒരു റെഡ് ആണ്, ഒരു ഗ്രീൻ ആണെങ്കിൽ അതൊരു ബുള്ളിഷ് പവറും, അതേപോലെ തന്നെ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു ബിയറിഷ് പവറും ആണ് എന്നുള്ള കോൺസെപ്റ്റ് മാറി ചിന്തിക്കണം ഇനിയെങ്കിലും. ഓക്കെ, കളറിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തികളും അവിടെ ഇല്ല. ഓക്കെ അല്ലേ? എന്നിട്ട് ഒരു ഉദാഹരണം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ എടുത്ത് നോക്കാം. ഈ ക്യാൻഡിൽ ഒരു ബൈയിങ് ക്യാൻഡിലാണോ സെല്ലിങ് ക്യാൻഡിലാണോ? കളർ കൊണ്ട് ബൈയിങ്ങും വിക്ക് കൊണ്ട് സെല്ലിങ്ങും. അൾട്ടിമേറ്റ്ലി കളറല്ല മാറ്റർ. ഈ ഒരു ക്യാൻഡിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബൈ ആണോ സെല്ലാണോ തോന്നുന്നത്? അത് ഒരുപാട് റിജക്ഷൻ അത് ഒരുപാട് അതൊരു വന്നിട്ടുണ്ട്. ഇൻഡിസിഷൻ ക്യാൻഡിൽ അല്ലേ അത്? വരുന്നുണ്ടാവുക. കേട്ടില്ല, എല്ലാവരോടും ഒരുമിച്ച് പറ. അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ അല്ലേ അത്? ഒരിക്കലും അല്ല, ഇത് അൾട്ടിമേറ്റ് സെല്ലിംഗ് ക്യാൻഡിൽ തന്നെയാണ്. കാരണം ഇതിന്റെ സെല്ലേഴ്സിന്റെ പവർ ബ്രോ നോക്കി നോക്കൂ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും സെല്ലേഴ്സ് ആണ് ഒന്ന് ക്ലോസ് ചെയ്യിപ്പിക്കാൻ ബയേഴ്സ് കാരണം. അപ്പുറം ഇത്ര പുഷ് ചെയ്തെങ്കിലും മാത്രമേ സെല്ലേഴ്സ് സെല്ലേഴ്സ് ആണ് അവിടെ ക്യാൻഡിൽ ഹോൾഡ് ചെയ്തത്. പക്ഷേ ഈ ക്യാൻഡിൽ കളർ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ഒരു ബുള്ളിഷ് പവർ ക്യാൻഡിലായിട്ടാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബീറിഷ് പവർ ക്യാൻഡിലാണ്. അതാണ് പറഞ്ഞത്, ഒരിക്കലും ക്യാൻഡിൽ വെച്ചിട്ടല്ല, അതൊരു ക്യാൻഡിലിന്റെ കളർ വെച്ചിട്ടല്ല ആ ക്യാൻഡിലിന്റെ കഥ പറയേണ്ടത്. എക്സാക്ട്ലി ആ ക്യാൻഡിൽ എന്താണ്, അത് എന്താണെന്നുള്ള അനാലിസിസോട് കൂടി ചിത്രീകരിക്കാം. ഓക്കെ, നമുക്ക് ക്യാൻഡലിന്റെ അനാലിസിസ് അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്ക് ഇപ്പൊ ഒരു സിംഗിൾ ക്യാൻഡലല്ലേ കാണിച്ചുള്ളൂ. ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ. ഓക്കെ, ഇതല്ല എല്ലാ ക്യാൻഡിലുകളും ഓരോരോ കഥകളും കാര്യങ്ങളും തന്നെയല്ലേ പറയണേ. നമ്മൾ തുടക്കങ്ങൾക്ക് ബേസിക്സിന്റെ സെഷനിൽ ക്യാൻഡിൽസിന്റെ അനാറ്റമി എന്ന് പറഞ്ഞിട്ട് ഷാഫിങ്ങളെ പഠിപ്പിച്ചിരുന്നില്ലേ? ആ ക്യാൻഡിൽസിനുണ്ട്, ഓക്കെ, ഓർമ്മയില്ലേ? അത് ജനറലായിട്ട് പഠിപ്പിച്ചു. ഓക്കെ അല്ല, നമ്മളിങ്ങനെ ബുള്ളിഷ് ഇതും കണ്ടുപിടിക്കാനുള്ള കാര്യം ചോദിച്ചു. ഓക്കെ, അത് നമ്മൾ യൂസ്ഡ് ആവും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് അങ്ങ് യൂസ്ഡ് ആയി മാറിക്കോളും. ഓക്കെ, ഓക്കെ. ക്യാൻഡിൽസിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബുള്ളിഷ് ബെയറിഷ് അങ്ങനത്തെ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ, ഒരു ക്യാൻഡിൽ നോക്കിയിട്ട് അത് എന്ത് ക്യാൻഡിലാണെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യാം. അതേപോലെ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ. അത് അതൊക്കെ പാറ്റേൺസ് ആണ്, അത് ക്യാൻഡിൽസിന്റെ പാറ്റേൺസ് ആണ്.
ക്യാൻഡിൽസ് അനാട്ടമി ഉദ്ദേശിക്കുന്ന ഒരു ക്യാൻഡിലിനെ നോക്കിയിട്ട് ആ ക്യാൻഡിൽ എന്താണ്, എന്ത് ക്യാൻഡിലാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് മൂവ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. ആ ക്യാൻഡിലിനെ കീറി മുറിച്ച് ആ ക്യാൻഡിലിന്റെ ഉള്ളിലെ കഥയെ നമ്മൾ എഴുതിയെടുക്കുക. ഈ ആർട്ടിയുടെ കാലായില്ലേ ഇപ്പൊ? കേട്ടില്ല. ക്യാൻഡിൽ റേഞ്ച് തീരും, ആ അതിന്റെ കാലായില്ലേ? ഓക്കെ ഓക്കെ. നമുക്കിനി ടോപ്പിക്കിലേക്ക് കയറാം. ഓക്കെ, സമയം കണ്ടോ? ഓക്കെ, നമുക്ക് PDF അവിടെ ഇരുന്നോട്ടെ. നമുക്ക് നേരെ അല്ലാതെ തന്നെ സെറ്റ് ചെയ്യാം. ഈ ഒരു വാക്ക് നമുക്കിന്ന് ഓൾമോസ്റ്റ് 2 ടോപ്പിക്കാണ്, 2 അല്ലെങ്കിൽ 3 ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക്, അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആണ്. നമുക്ക് ഈ 4 ടോപ്പിക്കാണ് ഉള്ളത്. അതിലേതെങ്കിലും 2 or 3 നമുക്കിന്ന് കവർ ചെയ്യണം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ ടോപ്പിക്കിൽ കിടക്കാം. ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകളിലൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ്, കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അതൊക്കെ ഓക്കെ അല്ലേ? അതായത് നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്ന ഏരിയ ആണെന്ന് നമുക്കറിയാം. ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്ന ഒരു ഏരിയ ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇവിടെ നിന്നൊരു സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്തായിട്ട് എടുക്കും? റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ ആയിട്ട് എടുക്കും. ഓർമ്മയല്ലേ? ആ ഓർമ്മ ഉണ്ടല്ലേ? ആ ഉണ്ട്. ഓക്കെ, അതേപോലെ ഇതൊരു ബയേഴ്സ് ആക്റ്റീവ് ആവുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബൈയിങ് എൻട്രിയൊക്കെ എടുക്കും. അതായത് ഇവിടെ എല്ലാം നമ്മൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് നമ്മളൊരു സപ്പോർട്ടായിട്ട് എടുക്കണേ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ്. ശരിയല്ലേ? ഉം. അല്ലേ? അതെ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 2 3 ക്യാൻഡിൽ, ഇവിടെയാണെങ്കിൽ ഈ ഒരു ഏരിയ, ഇത്രയും ഏരിയ ആണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇത്രയും ഈ ഒരു ഏരിയയിൽ നിന്നാണ് വളരെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തത്, സെല്ലേഴ്സ് വന്നു വീണത്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് നമ്മൾ ഇവിടെ എല്ലാം എടുത്തത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അതായത് ഞാൻ ഇവിടെ നിന്നാണ് എക്സാക്ട് സെല്ല് തുടങ്ങിയത്, ഇവിടെയാണോ ഏതാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തത കുറവുണ്ട്. ശരിയല്ലേ? ആ എവിടെ നിന്ന് എനിക്ക് കയറണം, എവിടെ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്യണം, അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ബൈ ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എവിടെ നിന്ന് എക്സാക്ട് ഞാൻ എന്ത് ചെയ്യണം, എവിടെ നിന്ന് എക്സാക്ട് ഞാൻ എന്ത് നോക്കണം, എവിടെ നിന്ന് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, എവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യണം, എവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവ് ഇപ്പോഴും ഉണ്ട്. ശരിയല്ലേ? അതെ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് കയറുന്നത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ മനസ്സിൽ വന്നിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഓരോ ടോപ്പിക്കുകൾ. ഓക്കെ, നമ്മൾ ഒന്ന് അഡ്വാൻസ്ഡായി കയറുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതിനെയെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ്, അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ്, റെസിസ്റ്റൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ്, ഇതിനെല്ലാം നമ്മൾ സ്പെസിഫിക്കലി ഇന്ന പോയിന്റ് നമ്മൾ പറയാൻ പോവാം. ഓക്കെ, ഓക്കെ. സ്പെസിഫിക്കലി ഈ ഒരു പോയിന്റിൽ നിന്നാണ് ബൈ നടക്കുക, സ്പെസിഫിക്കലി ഈ ഒരു പോയിന്റിൽ നിന്നാണ് റെസിസ്റ്റൻസ് ബൈ ഒരു സെല്ല് നടക്കുക, സ്പെസിഫിക്കലി ഈ പോയിന്റിൽ നിന്നാണ് ഒരു സെല്ല് നടക്കുക. അങ്ങനെ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? പറയാൻ പോവാണ്. കാര്യം ക്ലിയർ ആയോ? എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടോ? ഓ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അതായത് ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ എക്സാക്ട് ഏത് ക്യാൻഡിലാണ് അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നല്ലേ? അതെ, എക്സാക്ട്ലി. അതായത് ഇവിടെ നമ്മളൊരു സെൽ ഓപ്പർച്യൂണിറ്റി അല്ലേ നോക്കുക ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതെ. എക്സാക്ട്ലി ഏത് ഏരിയയിൽ നിന്നാണെന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത കുറവുണ്ട്. ഓക്കെ, ഞാൻ ഈ ഏരിയയിൽ നിന്ന് സെല് ചെയ്യണോ, അത് ഇവിടെ നിന്ന് സെല് ചെയ്യണോ, ഇവിടെ നിന്ന് സെല് ചെയ്യണോ എന്നതിനെ കുറിച്ചൊക്കെ ബ്രോയ്ക്ക് ഒരു വ്യക്തത കുറവുണ്ടാവും. അതിനെ ആ ഒരു വ്യക്തത കുറവാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതായത് സിംപ്ലി പറഞ്ഞാൽ നമ്മൾ ഒരു ബൈയും സെല്ലും നോക്കുന്ന ഒരു പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സിക്യൂഷൻസ്, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതും അല്ല. ഓക്കെ അല്ലേ? അത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം, അവിടുന്ന് കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ ഓക്കെ, നമുക്ക് അതിൽ 3 ക്യാൻഡിൽസ് വരയ്ക്കാം. രണ്ട്,
ഓക്കെ, ഇതെന്ത് ക്യാൻഡിലാണ്? ബൈയിങ് ക്യാൻഡിലാണ്. നമുക്ക് അതിൻ്റെ കൂടെ വിക്കും കൂടെ വരയ്ക്കാം. ഓക്കെ, ഈ ലൈന് വളരെ പെട്ടെന്ന് എങ്ങനെ വരച്ചേ? ഏത് ലൈൻ? ഈ ലൈനോ? ആ ഞാൻ ഇവിടെ ഫേവറേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആ. അതിന്ന് പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇവിടെ പോയിട്ടേ സ്റ്റാർ അമർത്തും. സ്റ്റാർ അമർത്തിയാൽ മതി. നിങ്ങളിപ്പോൾ ഈ ടൂളിൽ നിങ്ങൾക്ക് ഈ ടൂൾ ഏത് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടോ, സ്റ്റാർ അമർത്തിയിട്ടേക്കുന്നുണ്ടോ? ആ ആ ഓക്കെ അപ്പോൾ ആ സ്റ്റാർ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് കിടന്നോളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടെ പറയാം. നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രൈസ് ആക്ഷൻസ് ആണ് പൊതുവേ ഉള്ളത്. ഓക്കെ, പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് മൂവ് ചെയ്യുന്ന രീതി എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. പ്രൈസ് ആക്ഷൻ, പ്രൈസ് മൂവ് ചെയ്യുന്ന രീതി, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രൈസ് ആക്ഷൻ ആണ് സംഭവിക്കുക. ഒന്നെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, പ്രൈസ് ആക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ, ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയാണ്. അതല്ല എങ്കിൽ രണ്ടാമത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ FEG എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളോട് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ, രണ്ടെന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ. ആ ബ്രോ, ആ ഈ പ്രൈസ് ആക്ഷൻ എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദാ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഈ പ്രൈസ് മൂവ് ചെയ്യുന്ന രീതി എന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ പ്രൈസിനെ റീഡ് ചെയ്യുക, അതായത് ഈ ഒരു ക്യാൻഡിൽസിനെ റീഡ് ചെയ്യുന്ന പോലെ ഇതിനെ ഈ ഒരു മൂവ്മെന്റ്സിനെ റീഡ് ചെയ്യുക, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തുടക്ക സമയത്ത് അത്ര മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വരും ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ബ്രോ, ഓക്കെ. ഓക്കെ, അപ്പോൾ അൺബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും അൺബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്നൊക്കെ വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്ത് ക്യാൻഡിൽസ് ആണ്? ഒരു ബുള്ളിഷ് ഒരു അപ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നതല്ലേ ഈ മൂന്ന് ക്യാൻഡിൽസ്? ഡൗട്ട് ഉണ്ടോ അതിൽ? ഇല്ല ഇല്ല. ഓക്കെ, സാറേ ഒരു നിങ്ങൾ മിനിറ്റ് തുടങ്ങിയിട്ട് കുറെ നേരമായോ? കുറച്ച് നേരമായിട്ടുള്ളൂ ബ്രോ, തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് ക്യാൻഡില് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിനെ സൂചിപ്പിക്കുന്നതാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇനി ഞാൻ ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഇതല്ലേ ഫസ്റ്റ് ക്യാൻഡില്, ഇത് ഫസ്റ്റ് ക്യാൻഡില്. ഓക്കെ അല്ലേ? ഓക്കെ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇത് സെക്കൻഡ് ക്യാൻഡില് ആൻഡ് ദിസ് വൺ ഇസ് തേർഡ് ക്യാൻഡിൽ. ഓക്കെ, ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനിൽ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ നിങ്ങൾ FEG എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു FEG എങ്ങനെ ഡ്രോ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പറയാൻ പോണത്. ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡിൽ, ഓക്കെ അല്ലേ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, ഇതല്ലേ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, അവിടെ നിങ്ങൾ ഒരു സ്ട്രേറ്റ് ലൈൻ അങ്ങ് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, അതായത് ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു സ്ട്രേറ്റ് ലൈൻ അങ്ങ് വരയ്ക്കണം. വരച്ചില്ലേ? ഓക്കെ, ഫസ്റ്റ് ലൈൻ. അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിന്റെ ലോ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും അപ് ട്രെൻഡ് മാർക്കറ്റിൽ തേർഡ് ക്യാൻഡിലിന്റെ ലോയും, ഇതല്ലേ തേർഡ് ക്യാൻഡിലിന്റെ ലോ? അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും ഡ്രോ ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത് ഒരേ പോയിന്റിലല്ലേ? ആ ഒരു പ്രൈസ് ആക്ഷനാണ് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കുറച്ച് വിക്ക് കുറച്ച് അധികം ഉണ്ടാവാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയല്ല, ഇങ്ങനെ ആവാം, അങ്ങനെ ആവാം. ഇങ്ങനെ ആവാം. അതായത് ഇത് ഇങ്ങനെ ആവരുത്. ഇത് മീറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയിൽ നിന്ന് ഒരു വര വരയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഇതിനെ ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്ത് പോവാം, അതല്ലെങ്കിൽ ഇതിൽ വന്ന് കറക്റ്റ് വന്ന് തട്ടി നിൽക്കാം, തട്ടാതിരിക്കരുത്. ഓക്കെ അല്ലേ? അതിനെയാണ് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി ടച്ച് ചെയ്താലോ? ബോഡി ടച്ച് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ആവാം, നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെയും ആവാം. എങ്ങനെ ആയാലും അതിനെ മീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്യാൻഡില് തേർഡ് ക്യാൻഡിലിനെ വെയിറ്റ് ചെയ്യണം. അതെ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും
എന്ത് ചെയ്തിരിക്കണം? മീറ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ വളരെ പവർഫുൾ അല്ല. ആസ് എ SMC ട്രേഡർ, നമ്മളൊരു SMC ട്രേഡർ എന്നുള്ള നിലയിൽ നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ്റെ അല്ല നമുക്ക് വേണ്ടത്. മനസ്സിലായോ? ഈ ഒരു പ്രൈസ് ആക്ഷൻ വളരെ പവർഫുൾ കുറവാണ്. അതേപോലെ തന്നെ നമുക്കൊരു SMC ട്രേഡർ എന്നുള്ള രൂപത്തിൽ നമുക്ക് വേണ്ടത് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ്. അതെന്താണ് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വരച്ചതുപോലെ അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ നമ്മൾ ഡ്രോ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എന്താ വരയ്ക്കണ്ടേ? തേർഡ് ക്യാൻഡിലിന്റെ ലോ. ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ ഞാൻ ഡ്രോ ചെയ്തു, അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിന്റെ ലോയും ഞാൻ ഡ്രോ ചെയ്തു. ഇത് തമ്മിൽ ഒരുമിച്ച് കൂട്ടിമുട്ടുന്നതിനാണ് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നതെങ്കിൽ, കൂട്ടിമുട്ടാത്തതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇംബാലൻസ്. ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ശരിയല്ലേ? ഈ ഒരു ഗ്യാപ്പ്, ശരിയല്ലേ? ആ ഗ്യാപ്പിനെയാണ് നമ്മൾ പറയുന്നത് FEG അഥവാ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ക്ലിയർ ആയോ? ക്ലിയർ. ഒന്നുകൂടെ പറയണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എനിക്ക് ഓക്കെ. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ഒരു FEG ഫസ്റ്റ് ക്യാൻഡിലിന് ഇപ്പൊ നീളം മുകളിലോട്ട് കൂടുതലാണെങ്കിൽ അത് ബാലൻസ്ഡ് ആയിട്ട് കൂട്ടുമോ? ഫസ്റ്റ് ക്യാൻഡലിന്റെ ഇപ്പൊ ബ്രോ ചോദിച്ചതുപോലെ ഇപ്പൊ എന്തെങ്കിലും നീളം കൂടുതലാണ്, ഈ വിക്ക് എന്ത് ചെയ്തു? ഈ വിക്ക് ഇങ്ങനെ വന്നു അല്ലെ? ഇതല്ല ഉദ്ദേശിച്ചേ? മുകളിലോട്ട് പോകും. അതായത് ഇത് വന്നു വരുമ്പോഴത്തേക്ക് ഇത് മീറ്റ് ചെയ്യണില്ലേ? മീറ്റ് ചെയ്ത ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്, ഇംബാലൻസ്ഡ് ആവില്ല. ഓക്കെ. അതായത് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബോഡി കൊണ്ടാണെങ്കിലും വിക്ക് കൊണ്ടാണെങ്കിലും എന്താണെങ്കിലും ഫസ്റ്റ് ക്യാൻഡലിന്റെ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡലിന്റെ ഹൈയും അതേപോലെ തന്നെ തേർഡ് ക്യാൻഡലിന്റെ ലോയും തമ്മിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡലിന്റെ ഹൈയും തേർഡ് ക്യാൻഡലിന്റെ ലോയും നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യുന്നില്ല, അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫോം ആവുന്നു, ശരിയല്ലേ? ആ ഗ്യാപ്പിനെയാണ് FEG എന്ന് പറയാ. ഓക്കെ അല്ലേ? ഓക്കെ. അതായത് ഇതുകൊണ്ട് മീൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രീസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണലിന്റെ ഒരു ഫുട് പ്രിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ബൾക്ക് ഓർഡർ ഇവിടെ ഇടുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ വളരെ പവർഫുൾ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ നമുക്ക് വളരെ പവർഫുൾ ആയിട്ടും കൺവേർട്ട് ആവുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് FEG എന്തിനിപ്പോൾ FEG ഉണ്ടായാൽ മാത്രം പോരെ, ഇതുകൊണ്ടൊന്ന് ഉപയോഗം എന്നറിയണ്ടേ? അടുത്തത് ഈ ഒരു FEGയിൽ അടുത്തൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു. ഇനി ഇവിടുന്ന് എല്ലാവരും കുറേ പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത മാർക്കറ്റ് ഇങ്ങനെ വരുന്നു, ഇവിടെ വരുന്നു, മാർക്കറ്റ് വെളിയിൽ പോകുന്നു. ഈ FEGയിൽ വന്നതിന് ശേഷം വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലേ? ഈ വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്നതാണ് ഗ്യാപ്പ് ഫില്ലിംഗ്. ഈ ഗ്യാപ്പിനെ എന്ത് ചെയ്യുന്നു? വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്തതിന് ശേഷം ആ ട്രെൻഡ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതിന്റെ ലോജിക്ക് എന്താണ്? എന്നിട്ട് അവിടെ ബയേഴ്സ് ഉണ്ടെന്നാണോ? അങ്ങനെയാണ്? അതെ, ബയേഴ്സിന്റെ പെൻഡിങ് ഓർഡർ ഇവിടെ എല്ലാം ഉണ്ട്. അതായത് ഈ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ ഒരു കൈൻഡ് ഓഫ് ബൾക്ക് ഓർഡറാണ് വന്നിട്ട് ഇവിടെ. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടില്ലേ ബ്രോ, നമുക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ബ്രോ? ഇന്ത്യ മാർക്കറ്റിലായാലും എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് വരുന്നു, ഇനി ആ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോവുക എന്നുള്ള ലോജിക്ക് കേട്ടിട്ടുണ്ടോ? ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിലും ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ആയി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് ആ ഒരു ബിഹൈൻഡ് ദ തിയറിയും കൂടെ ഉണ്ട്. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഒരു ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ഉണ്ടാവാൻ കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രീസോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ലിക്വിഡിറ്റി സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ അവിടെ വളരെ 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 പവർഫുൾ ആയിട്ട് മാറും. അങ്ങനെ ഒരു FEG അവിടെ ക്രിയേറ്റ് ആയാൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത് ആ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. അല്ലാതെയും പോവാം, പക്ഷേ നമ്മൾ നോക്കുന്ന ഓപ്പർച്യൂണിറ്റി FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോകുന്ന ഓപ്പർച്യൂണിറ്റികളായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അതായത് നമ്മൾ മുമ്പ് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുകളിലോട്ട് പോകുന്ന ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിരുന്നു. അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു അല്ലെ?
പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് എവിടെ നിന്ന് എനിക്ക് എൻട്രി കയറണം എന്നതിനെ കുറിച്ച് എനിക്ക് ലോജിക് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഐഡിയ ഇല്ലായിരുന്നു. ഇന്ന് എനിക്ക് ഐഡിയ ഉണ്ട് എവിടെ നിന്നായിരിക്കണം കയറേണ്ടത്. ആ ഏരിയയിലെ ഒരു FPGയിൽ നിന്നായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, എൻട്രി. എൻട്രി കയറേണ്ടത് എന്നൊരു ലോജിക് ഉണ്ട്. മനസ്സിലായോ? ഒരു ഡൗട്ട്, എടുത്ത് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? താഴേക്ക് മേ ബി പോവാം. അതായത് ബ്രോ ഉദ്ദേശിച്ചത് ഈ FPGയെ മുറിച്ച് ഇങ്ങനെ പോവാം, നേരെ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ എന്നാ ചോദിച്ചത്. അങ്ങനെയല്ല. FPGയെ ഒന്നുകൂടെ പറയോ? നമ്മളിപ്പോ ഇവിടെ ഇതിന്റെ പോയിന്റ് FPGന്റെ എൻഡിൽ വന്ന് നിന്നിട്ട് മേലേക്കാണല്ലോ പോകുന്നത്. അതെ അതെ. ഏതെങ്കിലും ഒരു ചാൻസിൽ ഇത് അങ്ങനെ തന്നെ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? ഏതെങ്കിലും ചാൻസ് എന്നല്ല, ഉറപ്പായിട്ടും താഴേക്ക് പോകും. പോവും. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഓരോ അസംഷൻസ് ആണ് ബ്രോ. അസംഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡ് പ്ലാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ നമ്മൾ വിചാരിച്ച കണക്കിനെ മാർക്കറ്റ് മൂവ് ചെയ്യണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഇല്ല. എത്ര അടിപൊളി സെറ്റപ്പ് ആയിട്ട് ബ്രോ പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഒത്തിണങ്ങി വന്നൊരു A+ സെറ്റപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായാലും ചിലപ്പോൾ SL അടിക്കും. ഓക്കെ, അത് നമ്മളത് ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട് മേക്കപ്പ് ചെയ്താണ് പോവുക. റിസ്ക് മാനേജ്മെന്റും സൈക്കോളജി ആസ്പെക്ട്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് പോവുക. ഈ ഗ്യാപ്പ് എത്ര വൈഡ് ആവണോ അത്രയും പവർഫുൾ ആണോ അർത്ഥം? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ FEG തട്ടി മുകളിലോട്ട് പോകുന്ന പ്രോബിലിറ്റി കൂടുതലാ അല്ലേ? എക്സാക്ട്ലി, അതാണ് കാര്യം. ആ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യം അവിടെ യൂസ് ചെയ്യണം. എന്താണ്? ഇവിടെ FEGയിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി എടുക്കുവോ? ഇല്ലയോ? ഇല്ല. പകരം എന്ത് ചെയ്യണം? അവിടെ നിന്ന് കൺഫർമേഷൻ നോക്കണം. ഈ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ കൺഫർമേഷൻ നോക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കാം മുമ്പ് പഠിച്ചു വെച്ചിട്ട്. മേളിലോട്ട് പോകണ്ടോ നോക്കാം. മേളിലോട്ട് പോകണം നോക്കണം. ഓക്കെ, ഫൈൻ. വേറെ അതിന്റെ മുകളിൽ ബോഡി ക്ലോസ് ആണോ? ബോഡി വെച്ച് ക്ലോസ് ഇതിന്റെ മുകളിലാണോ? അല്ല, FVGയുടെ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കണേ ഈ ഒരു പോയിന്റോ? ആ FVGയുടെ മുകളിലേക്ക് ബോഡി ക്ലോസ് കിട്ടിയാൽ അങ്ങനെയാണോ? ഓക്കെ, വേറെ എന്തായാലും അവിടെ ചേഞ്ച് ആയാലാണോ? അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് കാണാം, മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് ഡൗൺ ട്രെൻഡ് പോലെ വന്നു. ശരിയല്ലേ? നമ്മൾ പഠിച്ച ലോജിക് ഇല്ലേ? ഇതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ അതൊരു MS ആയി മാറിയോ? MS കഴിഞ്ഞിട്ട് റീടെസ്റ്റ് വരും. MS ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? നമ്മളിത് വേറെ ക്ലാസ്സുകളിൽ പഠിക്കും. ഞാൻ ഇതിന്റെ ലോജിക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ഇതിന്റെ ലോജിക്ക് ഇപ്പോഴേ മനസ്സിലാക്കി പോട്ടെ എന്ന് പറഞ്ഞു. ഈ FEGയിൽ വന്നു, FEGയിലേക്ക് വന്നത് ഒരു കൈൻഡ് ഓഫ് ഡൗൺ ട്രെൻഡ് പോലെ വന്നു. അപ്പൊ ഇതായിരുന്നു ലാസ്റ്റ് ഉണ്ടാക്കിയ ലോവർ ഹൈ, ശരിയല്ലേ? അപ്പൊ ഈ ഒരു ലോവർ ഹൈക്ക് മുകളിലായിട്ട് എനിക്കൊരു ബോഡി ക്ലോസ് കിട്ടിയാൽ അവിടെ ട്രെൻഡ് ചേഞ്ച് ആയി, അല്ലെങ്കിൽ FEG കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കി കൂടെ? ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ക്ലിയർ ആണോ? പിന്നെ റീടെസ്റ്റ് കിട്ടിയാലാണ് എൻട്രി എടുക്കുന്നത് നമ്മളിവിടെ റീടെസ്റ്റ് കിട്ടിയിട്ട് ഒരു MS കൂടെ കിട്ടിയതിന് ശേഷമാണ് എൻട്രി എടുക്കുന്നത്. എൻട്രി ഇവിടെ നിന്ന് എടുക്കും. എൻട്രി ഇനിയിപ്പോ പോട്ടെ, ഇവിടെ MS കിട്ടി. എന്നിട്ട് അതിനുശേഷം ഇവിടെ അടുത്തതായിട്ട് വീണ്ടും ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നു, ഗ്യാപ്പ് കിട്ടി. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി കയറും. മനസ്സിലായോ? അതിന്റെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും. ഹയർ ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഒരു ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വരും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾക്ക് ഇവിടെ FEG ഉണ്ടെന്ന് അറിയാം. നമ്മളുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മളുടെ ലോജിക്ക്, ഒരു ബിഹൈൻഡ് ദ ലോജിക്ക്. അപ്പോൾ ഈ ഒരു FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴേ ചാടി കയറി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. മറ്റേ ബ്രോ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമോ അതോ ഈ ഒരു FEG ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുമോ എന്ന് അപ്പോഴും കൺഫേം ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻസ് എടുക്കണം. മനസ്സിലായോ? വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻ എടുക്കണം. ആ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നേ ക്യാൻഡിലിനെ റീഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നോക്കിയത് ഇവിടെ നിന്നല്ല, ഞാൻ നോക്കിയത് ഇവിടെ നിന്നേ ഞാൻ ക്യാൻഡിലിനെ റീഡ് ചെയ്യാൻ തുടങ്ങി. റീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് ഡൗൺ ട്രെൻഡ് പോലെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു കൈൻഡ് ഓഫ് ഡൗൺ ട്രെൻഡ് പോലെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ ഇതല്ലേ? ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ. ഇതിന്റെ മുകളിൽ മാർക്കറ്റിന് ബോഡി ക്ലോസ് വെക്കാൻ സാധിച്ചാൽ അതൊരു MS ആയോ? ആ MS കിട്ടിക്കഴിഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് ആവാൻ പോവുകയാണെന്നുള്ള ഒരു കൺഫർമേഷൻ ആയോ?
വാലിഡ് ആയിട്ടുള്ള കീ ലെവൽ, അതായത് ഒരു ലെവൽ നമുക്ക് വ്യക്തമായിട്ടൊരു ലെവൽ ഉണ്ടോ? ലെവൽ ഉണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു എം എസ് കിട്ടിയോ? എം എസ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു എഫ് ഇ ജി ഉണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ആ എഫ് ഇ ജിയിൽ വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ദെൻ രണ്ടാമത് FPG വരണമെന്നുണ്ടോ? ആ ഓക്കെ. നമുക്ക് വ്യക്തമായിട്ട് രണ്ടാമതൊരു എൻട്രി ലെവൽ വേണ്ടേ? ആ ആ നമുക്ക് എൻട്രി എടുക്കാൻ ഒരു പ്രോപ്പർ തിരിച്ച് ഇറങ്ങിയിട്ട് അവിടുന്ന് എൻട്രി എടുക്കണം. എക്സാക്ട്ലി. ഇനി ഇതിൽ എൻട്രി ഈ ഒരു എം എസ് കിട്ടി, അത് കഴിഞ്ഞതിന് ശേഷം വേറെ കുറെ കാര്യങ്ങളൂടെ നമ്മൾ എന്ത് ചെയ്യും? വരും ക്ലാസ്സുകളിൽ ആഡ് ഓൺ ചെയ്ത് പോകും. ഓക്കെ അല്ലേ? ഈ മോളിൽ നിന്നുള്ള കറക്ഷനിൽ അവിടെ തിരിച്ച് സെല്ലിംഗ് സൈഡ് FPG ഉണ്ടെങ്കിലോ? കേട്ടില്ല. മോളിൽ നിന്നുള്ള കറക്ഷൻ വന്നില്ലേ? ആ ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ടെന്നുണ്ടെങ്കിൽ മോളില് സെൽ സൈഡ് FPG ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇത് കൺസിഡർ ചെയ്യും. അപ്പൊ അതായത് ബ്രോ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്രേസ്മെന്റ് വന്നൊരു ഏരിയയിൽ ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ടെന്നുണ്ടെങ്കിലാണോ? തിരിച്ച് സെൽ സൈഡ് FPG ഉണ്ടെങ്കിൽ സെൽ സൈഡ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി ഉണ്ടെങ്കിൽ ബ്രോക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ ടാപ്പ് ചെയ്തു. ഈ ടാപ്പ് ചെയ്ത സമയത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ബ്രോക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നൊരു എം എസ് താഴേക്ക് കിടക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ താഴേക്കുള്ള എൻട്രി നോക്കാം ബ്രോക്ക്. ഓക്കെ 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 അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് എടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കി തുടങ്ങാം. ഇവിടുന്നാണ് ഞാൻ നോക്കി തുടങ്ങണേ. ഓക്കെ അല്ലേ? ഇതിന്റെ ചാർട്ട് കാണണ്ടല്ലോ എല്ലാവർക്കും? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ നിന്ന് നോക്കി തുടങ്ങാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ക്യാൻഡിൽ. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ക്യാൻഡിൽ. ഡൗട്ട് ഉണ്ടോ? സാറേ ഒന്നുകൂടി. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ച അപ് ട്രെൻഡ് മാർക്കറ്റ് ആയതുകൊണ്ട് അപ് ട്രെൻഡ് മാർക്കറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതെടുക്കാമല്ലോ. ഇത് ഫസ്റ്റ് ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലാക്കി ഞാൻ എടുത്തു. ഓക്കെ അല്ലേ? ഇത് ഒന്നാമത്തെ ക്യാൻഡിൽ. അപ്പൊ ഇത് രണ്ടാമത്തെ ക്യാൻഡിൽ. ഇത് മൂന്നാമത്തെ ക്യാൻഡിൽ. ഇപ്പൊ ഓക്കെയോ? ഒന്നാമത്തെ ക്യാൻഡില്, രണ്ടാമത്തെ ക്യാൻഡില്, മൂന്നാമത്തെ ക്യാൻഡില്. ഓക്കെ അല്ലേ? നമ്മള് അപ് ട്രെൻഡ് മാർക്കറ്റിന്റെ കേസിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ എന്ത് ഹൈ അല്ലേ? ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, തേർഡ് ക്യാൻഡിലിന്റെ ലോ. ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണോ ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണോ? ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ. സമീഷ് മുള്ളിക്കൽ. സമീഷ് ബ്രോ ക്ലിയർ ആയായിരുന്നോ? എന്തോ സമീഷ് ബ്രോക്ക് ക്ലിയർ ആയായിരുന്നോ? കാര്യം ക്ലിയർ ആയിരുന്നോ? ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിന്റെ ലോ എടുത്തു. അപ്പൊ ഇതിനിടയിൽ ഒരു ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണോ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണോ? ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്. അപ്പൊ ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ശരിയല്ലേ? ആ ഗ്യാപ്പിന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കും FEG. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഈ ഒരു ട്രെൻഡ് ബോഡി കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങണം, അങ്ങനെ ഉണ്ടോ? ഏത് ഈ ഒരു ബോഡിയോ? അങ്ങനെ ഒരു നിബന്ധനകളൊന്നും തന്നെ ഇല്ല. ഗ്യാപ്പ് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് അടുത്തതായിട്ട് ഈ ഒരു FEGയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മളുടെ ഊഹം. ശരിയല്ലേ? കാര്യം ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. മാർക്കറ്റ് എന്തു FEGയിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഈ FEG ഫെയിലായി. ഓക്കെ. നേരത്തെ എന്നോട് ഒരു ബ്രോ ചോദിച്ചില്ലേ എല്ലാ FEGകളും കറക്റ്റ്ലി വർക്ക് ആവുമോ എന്ന് ചോദിച്ചില്ലേ? ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല. ഇവിടെ FEG വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. FEG വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുകയായിരുന്നു എങ്കിൽ, ഇങ്ങനെ ഒരു എൻട്രി എടുക്കുകയായിരുന്നെങ്കിൽ അത് SL എടുത്തേനെ. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ നോക്കേണ്ടത് വ്യക്തമായിട്ട് FEGയിൽ വന്നതിന് ശേഷം ഇതൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാന്ന് നമുക്കറിയാം അല്ലെ? ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണെന്നറിയാം. ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ പോയി ബൈ എടുത്തത് ആദ്യത്തെ മണ്ടത്തരം. ഓക്കെ.
രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ FEGയിൽ വന്നതിന് ശേഷം വ്യക്തമായിട്ട് എന്ത് നോക്കണം? ഒരു കൺഫർമേഷൻസ് നോക്കണം. കൺഫർമേഷൻസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? FEGയിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു MS കിട്ടുന്നുണ്ടോ? MS കിട്ടിയിട്ട് അവിടെ ഒരു FEG കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് പിന്നെ സെൽ സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല ഇവിടെ. സെൽ സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് നോക്കാം ഇവിടെ എവിടെ FEGകൾ ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ തന്നെ കിട്ടില്ല. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത അവിടെ കിട്ടില്ല. മതി, മാർക്ക് ചെയ്തിട്ട് കിട്ടും. പറഞ്ഞു കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ക്യാൻഡിൽ എടുത്ത് നോക്കാം നിങ്ങള്. ഇതാ ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ, Yes. ഇതൊരു സെക്കൻഡ് ഇത് ക്യാൻഡിൽ. ഒഴിവാക്കി കാണിക്കാം. ഓക്കെ ഓക്കെ. ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ അല്ലേ? അതെ. ഈ ഒരു ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ അല്ലേ? അതെ. ഇതൊരു തേർഡ് ക്യാൻഡിൽ. ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ. Low. ഓക്കെ. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിലാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ. ഓക്കെ. തേർഡ് ക്യാൻഡിലിന്റെ ഹൈ. High. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും ആണെങ്കിൽ, ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ആൻഡ് തേർഡ് ക്യാൻഡിലിന്റെ ഹൈ. ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടോ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. ഇപ്പൊ സാർ ഇപ്പൊ ഈ ക്യാൻഡിൽ ഫസ്റ്റ് ഗ്രീൻ കളർ ഡസൻ മാറ്റർ ആണ് സാർ പറഞ്ഞത്. പക്ഷെ എന്നാൽ ആ ഒരു ക്യാൻഡിൽ ചൂസ് ചെയ്യാനുള്ള റീസൺ ഇപ്പുറത്തെ ക്യാൻഡിലിന്റെ വിക്കിന്റെ അകത്ത് ക്ലോസ് ചെയ്തുകൊണ്ടിട്ടാണോ? ഒരിക്കലും അല്ല. ബ്രോയ്ക്ക് ഇപ്പതാ ഈ ഒരു 3 ക്യാൻഡിൽ എടുക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ, ഓക്കെ. സെക്കൻഡ് ക്യാൻഡിൽ, ഇതൊരു തേർഡ് ക്യാൻഡിൽ. ഇതിനിടയിൽ ഒരു ഇതുണ്ടോ? ഒരു ഗ്യാപ്പ് ഉണ്ടോ? ഗ്യാപ്പ് ഉണ്ട്. FEG ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മള് ഇതിപ്പോ എന്ത് മാർക്കറ്റാണിത്? ട്രെൻഡ്. അപ് ട്രെൻഡ്. അപ് ട്രെൻഡ് മാർക്കറ്റ്. അപ് ട്രെൻഡ് മാർക്കറ്റ് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും അല്ലേ? ഇതൊരു വല്ലാത്തൊരു രീതിയിലല്ലേ ഈ മാർക്കറ്റ് നിൽക്കണേ? ഇത് കണ്ടോ? ഒരു ബന്ധമില്ലാത്ത കണക്കല്ലേ നിൽക്കണേ? അപ്പോ ബ്രോയ്ക്ക് ഇത് എങ്ങനെ വേണേലും എടുക്കാം. ഇപ്പൊ വേണേ ഇതിനെടുക്കാം ബ്രോയ്ക്ക്. ഫസ്റ്റ് ക്യാൻഡിൽ ഇതിനാക്കി എടുക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, സെക്കൻഡ് ക്യാൻഡിൽ ഇത്, തേർഡ് ക്യാൻഡിൽ ഇത്. അപ്പൊ ഇതിനിടയിൽ FEG ഉണ്ട്. ഉണ്ട്. ഓക്കെ. ബ്രോയ്ക്ക് അത് എങ്ങനെ വേണേലും എണ്ണാം. അടുപ്പിച്ച് 3 ക്യാൻഡിൽ ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിബന്ധന. ബ്രോയ്ക്ക് ഇതാ ഈ ഒരു 3 ക്യാൻഡിൽ എണ്ണാം. വേണമെങ്കിൽ ഇതാ ഈ ഒരു 3 ക്യാൻഡിൽ എണ്ണാം. വേണമെങ്കിൽ ഇതാ ഈ ഒരു 3 ക്യാൻഡിൽ എണ്ണാം. ഓക്കെ. വേണമെങ്കിൽ ഈ ഒരു 3 ക്യാൻഡിൽ എണ്ണാം. ഈ ഒരു 3 ക്യാൻഡിൽ എണ്ണാം. രാവിലെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എടുക്കാം. അങ്ങനൊന്നുമില്ല ബ്രോ. ഇത് നമ്മള് ചാർട്ടിന് മുമ്പിൽ വരുന്നത് അപ്പൊ നമുക്ക് എണ്ണ എടുക്കാം. അപ്പൊ എൻട്രി എടുക്കാന്നുള്ളതല്ല. അതിന് വ്യക്തമായ ടൈമിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ നമ്മൾ വരുവുള്ളൂ ടോപ്പിക്കിലോട്ട്. വ്യക്തമായിട്ടുള്ള ഗോൾഡൻ ഹവർ ടൈമിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ നമ്മൾ വരികയുള്ളൂ. ഇപ്പോ അതുപോലെ തന്നെ ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളപ്പോൾ ഏറ്റവും വാലിഡ് ആയിട്ടുള്ളത് ഏതായിരിക്കും? അത് നമ്മൾ ഇനി വരാൻ പോകുന്ന ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്നുള്ള ടോപ്പിക്കും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ അതിൽ വാലിഡ് ആയിട്ടുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ. അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും നമ്മൾ. അല്ലെങ്കിൽ FEG കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല. ഇതിൽ എൻട്രി ഏത് 3 ക്യാൻഡിൽ വേണം നോക്കാട്ടോ. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ നോക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്യാൻഡിൽ ലോയും തേർഡ് ക്യാൻഡിൽ ഹൈയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ക്യാൻഡിലുകൾ എടുക്കാം, ഈ ഒരു 3 ക്യാൻഡിലുകൾ എടുക്കാം, ഈ ഒരു 3 ക്യാൻഡിൽ എടുക്കാം, ഈ ഒരു 3 ക്യാൻഡിൽ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിനൊന്നും ഒരു മാറ്റർ അല്ല. അടുപ്പിച്ച് 3 ക്യാൻഡിൽ. അത്രേ ഉള്ളൂ. അടുപ്പിച്ച് 3 ക്യാൻഡിൽ. അത് സെയിം കളർ ആവണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു നിബന്ധനയില്ല. കളർ ഒരു മാറ്റർ അല്ല. ഓക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ കളർ അല്ലേ? സെക്കൻഡ് ക്യാൻഡിൽ ഈ കളർ, തേർഡ് ക്യാൻഡിൽ ഇതാ റെഡ് കളർ. അപ്പൊ ഇത് വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നമുക്കിത് ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ്. ഞാൻ ആദ്യമേ ട്രെൻഡിനെ ഞാൻ പോയി അനലൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് കാര്യം ക്ലിയർ ആയി. മാർക്കറ്റിൽ ഇവിടെ നിന്ന് നോക്കേണ്ടത് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ക്ലിയർ ആയി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? വ്യക്തമായിട്ടുള്ള ലെവൽസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിനെ നോട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ഇവിടെ, തേർഡ് ക്യാൻഡിലിന്റെ ഹൈ പോയിന്റ് ഇവിടെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ? അതായത് ഒരു FEG ഉണ്ട് അല്ലേ? ആ FEG ഞാൻ നോട്ട് ചെയ്തു. ഓക്കെ. ആ FEG ഞാൻ മാർക്ക് ചെയ്യുന്നു. നമുക്ക് മുമ്പിലിട്ട് കളയാം. അപ്പോൾ അടുത്ത നമ്മളുടെ പ്ലാൻ പ്രകാരം മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് ഡൗൺ ട്രെൻഡ് ആണ്. ഓൾസോ ഞാൻ സെൽ സൈഡിലേക്ക് ഒരു FEG ഞാൻ കണ്ടുപിടിച്ചു. ഇനി നമ്മളുടെ അടുത്ത പ്ലാൻ എന്താ? ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് പോകും എന്നുള്ളതാണ്. അതായത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴേക്ക് പോകും എന്നുള്ളതല്ലേ നമ്മളുടെ പ്ലാൻ അല്ലേ? അതെ. നമുക്ക്
മാർക്കറ്റ് FEG മിറ്റിഗേറ്റ് ചെയ്തോ? ചെയ്തു. മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് പോയോ? പോയി. ഇവിടെയാണ് ട്രെൻഡ് എന്നുള്ള ബയാസ് വളരെ പവർഫുള്ളായി മാറുന്നത്. നമ്മൾ ഇവിടെ പോയി നേരത്തെ തൊട്ട് മുമ്പ് നോക്കിയത് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ പോയി എന്തോ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കിയത്? ബൈ ആണ് നോക്കിയത്. എന്നാൽ നമ്മളിവിടെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ഓപ്പർച്യൂണിറ്റി തന്നെ നോക്കി? ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കി. ഓക്കെ അല്ലേ? അപ്പൊ ഈ സെൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ നോക്കി, ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് വാലിഡ് ആയിട്ടുള്ള ലോവർ ടൈം ഫ്രെയിമിൽ പോയി MS കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അത് നമുക്ക് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ് ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. അത് നമുക്ക് ഇച്ചിരി ഒന്ന് ഇരിക്കുക തന്നെ വേണം നിങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്താൻ. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അത് കവർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിലോട്ട് വരാം. കാരണം അത് ഒരു ദിവസം മൊത്തമായിരുന്നു വേണം, ഒരു ക്ലാസ് മൊത്തം വേണം. കാരണം നിങ്ങൾക്ക് അത് വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്കത് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ലോവർ ടൈം ഉദ്ദേശിക്കുന്നത് എത്ര? പിന്നെ ഈ 4 hour ആണോ വയ്ക്കുന്നത്? ഈ 4 hour ഒക്കെയാണ് ഹയർ ടൈം ഫ്രെയിംസുകൾ. 5 minute 15 minute അതിൻ്റെയൊക്കെ ടൈമിങ്സിന് കാര്യങ്ങളെല്ലാം ഞാൻ ആ സമയത്ത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഒരു ക്ലാസ് മൊത്തം വേണമെന്ന് പറഞ്ഞ ടോപ്പിക് ഏതാ? നമുക്ക് HTF to LTF എന്ന് പറയും. അതായത് നിങ്ങളൊരു ഹയർ ടൈം ഫ്രെയിമിൽ വന്ന് വ്യക്തമായിട്ടൊരു ലെവല് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യണ്ടേ? ആ ഒരു പ്രോസസ് ഇല്ലേ, ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്ന ആ പ്രോസസ്സ്, ആ പ്രോസസ്സാണ് നമുക്കൊന്ന് ഇരിക്കേണ്ടി വരിക. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ FEG എന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ്, ഇതൊരു കൈൻഡ് ഓഫ് കീ ലെവലാണ്, ഒരു ലെവലാണ്, ഒരു നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ലെവലാണ്. ഈ ലെവലിൽ വന്നതിന് ശേഷം നമ്മൾ വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റാണ് FEG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ FEG എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ആ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ഈ ഒരു ഏരിയ, ഈ 1, 2, 3 ഇവിടെ ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണോ ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണോ? ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്. ഫസ്റ്റ് ക്യാൻഡിന്റെ ലോ തേർഡ് ക്യാൻഡിന്റെ ഹൈയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ലെവൽ കിട്ടുന്നില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇതിന് നമുക്ക് സെല്ലാണെന്നുള്ളതിന്റെ കൺഫർമേഷൻ എവിടെയാ കിട്ടിയത്? സെല്ലാണെന്നുള്ള കൺഫർമേഷൻ ആദ്യം നമ്മൾ ട്രെൻഡ് ബയാസ് നോക്കി. ട്രെൻഡ് ബയാസ് നോക്കിയപ്പോൾ ഇവിടെ FEG കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമുള്ളതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബ്രോ. അത് നമ്മൾ ശരിക്കും ആ കൺഫർമേഷൻ നോക്കുന്നത്, ഇതിപ്പോ ഒരു 4 hour ആണ്, എന്നിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരും. ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് അവിടുന്ന് വാലിഡ് ആയിട്ടുള്ള MSകളും കാര്യങ്ങളും കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോപ്പിക്ക് നമുക്ക് വരേണ്ടതേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട്. അതെല്ലാം കൂടെ വന്നാലേ അത് കറക്റ്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ അതിന്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണെന്നറിയാം. ഇവിടെയോ ഈ 3 ക്യാൻഡിലോ 1, 2 അവിടെ ഇംബാലൻസ് ആണോ? ഫസ്റ്റ് ക്യാൻഡിന്റെ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ അല്ല, ഇത് രണ്ടും ഒരുമിച്ച് മീറ്റ് ചെയ്യണില്ലേ? ഈ ഫസ്റ്റ് ക്യാൻഡിന്റെ ലോ തേർഡ് ക്യാൻഡിന്റെ ഹൈയും ഇതെല്ലാം ഒരുമിച്ച് ഒരു പോയിന്റിലല്ലേ വന്നിരിക്കണേ? ഇത് മീറ്റ് ചെയ്യണില്ലേ? മീറ്റ് ചെയ്യാതെ പോണ്ടേ? ഒരു ഗ്യാപ്പ് ഫോം ചെയ്യണ്ടേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഗ്യാപ്പ് വീഴുന്നത് എന്തുകൊണ്ടാ? ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് വീഴുന്നത് കൊണ്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയോ, അതായത് ലാർജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് വീഴുന്നത് കൊണ്ടാണ്. ഓക്കെ, ലിക്വിഡിറ്റി സെപ്റ്റും ഉണ്ട്. പക്ഷെ ലിക്വിഡിറ്റി സെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാത്തൊരു ടോപ്പിക് ആയതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആവാത്തത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഒരു FEG ഉണ്ടോ ഈ ഒരു 3 ക്യാൻഡില്? അവിടെയും എന്താണ്, ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ടോ? 1, 2, 3. അതായത് ഫസ്റ്റ് ക്യാൻഡിന്റെ ലോയും അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിന്റെ ഹൈയും അല്ലെ? ഈ ഒരു പോയിന്റ്. ഞാൻ അടുത്ത നമ്മളുടെ പ്ലാൻ എന്താണ്, ആ FEG വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴേക്ക് വീഴും എന്നുള്ളതാണ്. പക്ഷെ ആ FEG വന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു റിയാക്ഷൻ തന്നു അല്ലേ?
ഈ ഒരു FEG മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം FEG നിന്ന് ഇവിടുന്ന് ഒരു റിയാക്ഷൻ തന്നു. ഈ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ക്യാച്ച് ചെയ്യും. മനസ്സിലായോ? അതായത് ഈ ഒരു FEG വന്ന് ഇവിടെ ഈ ഒരു പോയിന്റിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിൽ ഉണ്ടോ? ഓക്കെ, ഈ മൂമെന്റ് ആയിരിക്കും നമ്മൾ ക്യാച്ച് ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ ഓക്കെ ആണോ? ക്ലിയർ. അപ്പൊ FEG എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി കിട്ടിയോ? ക്ലാരിറ്റി കിട്ടി. സാറേ ഇതിപ്പോ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആയതല്ലേ ഇപ്പൊ? കേട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് മാർക്കറ്റ് അപ്പിലേക്കല്ലേ പോയേക്കണം. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് അപ്പിലേക്ക് സ്വിച്ച് ആയി. അതെ. പക്ഷെ നമ്മൾ ആ FEG എടുക്കുമ്പോ ഈ FEG ആണോ? അതെ ഓക്കെ, എടുക്കുമ്പോൾ ഉറപ്പായിട്ട് FEG ഇൻവാലിഡേറ്റ് ചെയ്തു. നമ്മൾ എൻട്രി നോക്കുന്നത് FEG ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തില്ലേ? ഇത് 4 ഹവറാ. ഇത് 4 ഹവർ ടൈം ഫ്രെയിമാ. നമ്മൾ ഇതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ 5 മിനിറ്റിലോ 15 മിനിറ്റിലോ. മനസ്സിലായി. അപ്പൊ ഇതൊരു വലിയൊരു ഹ്യൂജ് കാണില്ലേ? വേണേ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു കണ്ടോ? ഇത്രയും വലിയ ഫാളാണ് നമ്മൾ എന്ത് ചെയ്യണത്? ക്യാച്ച് ചെയ്യണത്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, എന്നിട്ട് അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ട്രെൻഡ് അങ്ങ് റിവേഴ്സ് ആയി. ഓക്കെ അല്ലേ? ആ ട്രെൻഡ് അങ്ങ് നേരെ അവിടുന്ന് റിവേഴ്സ് ആയി. നമുക്ക് ആദ്യം നോക്കാം. അപ് ട്രെൻഡ് മാർക്കറ്റ് ആയി എന്ന് നമുക്ക് എല്ലാത്തിലും ഇവിടെ ഒരു FEG ഉണ്ടോ ഈ ഒരു ഏരിയയിൽ? 1 2 3 അപ് ട്രെൻഡ് മാർക്കറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിന്റെ ഹൈയും തേർഡ് ക്യാൻഡിന്റെ ലോയും FEG. ഓക്കെ അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് FEG ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകും. മാർക്കറ്റ് ഫില്ല് ചെയ്തു, മാർക്കറ്റ് മുകളിൽ പോയി. ശരിയല്ലേ? സാറേ വേറെ സംശയം. ഇതിലിപ്പോ നമ്മളെ 4 ഹവറിൽ നോക്കുമ്പോ FEG ഉണ്ടാവും, പക്ഷെ 1 ഹവർക്ക് വരുമ്പോ അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 4 ഹവറിൽ ഇപ്പൊ FEG ഉണ്ട്. ഓക്കെ ഫൈൻ. ദെൻ 1 ഹവറിലേക്ക് വരുമ്പോൾ അതിന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ബ്രോ ഉദ്ദേശിച്ചത്. ബ്രോ മീൻ ചെയ്തത് ക്ലിയർ ആയില്ല. ബ്രോ പറയോ? ഇപ്പൊ നമ്മള് 4 ഹവറിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ ഫൈൻ. പക്ഷെ അത് നേരെ നമ്മൾ 1 ഹവർക്ക് വരുമ്പോ അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. 1 ഹവറിലേക്ക് വരുമ്പോൾ അത് മിറ്റിഗേറ്റ് ചെയ്ത് അത് നോക്കണ്ട ബ്രോ. ഒരു 4 ഹവർ ടൈം ഫ്രെയിമിലാണ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 ഹവറിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അല്ല 4 ഹവറിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1 ഹവറിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് എന്തായാലും 4 ഹവറിൽ താഴേക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവുമല്ലോ. ഓക്കെ, അതിൽ വേറൊരു പ്രശ്നം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോ ഏത് ടൈം ഫ്രെയിമിലാണോ എടുക്കുന്നത്, ഒരു 4 ഹവർ ടൈം ഫ്രെയിമിലാണ് ബ്രോ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈം ഫ്രെയിമിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുക. മറ്റേ 1 ഹവറിലാകുമ്പോഴത്തേക്ക് ഈ 4 മണിക്കൂറിനിടയിൽ 4 ക്യാൻഡിൽ അവിടെ ഫോം ആവും. ഓക്കെ, അപ്പോ ഈ ഒരു റിയാക്ഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ വന്ന് താഴെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും 1 ഹവറിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ ബ്രോയ്ക്ക്? ഓക്കെ, അപ്പോൾ ഈ 4 ഹവറിന്റെ ടൈം ഫ്രെയിം ആണ് ബ്രോ ഈ ടൈം ഫ്രെയിം ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ എന്ത് നമുക്ക് ഇവിടെ FEG വരുന്നു. ഈ FEG വന്നതിന് ശേഷം ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു, മാർക്കറ്റ് മുകളിലേക്ക് വീണ്ടും പോകുന്നു. ഇവിടെ വീണ്ടും അടുത്ത FEG, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, വീണ്ടും അടുത്ത FEG ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ അടുത്തൊരു FEG ക്രിയേറ്റ് ചെയ്യുന്നു. ഈ FEG ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഓക്കെ അല്ലേ? ഇതൊരു ഡൗൺ ട്രെൻഡ് അല്ലേ, പിന്നെ എങ്ങനെ അവിടെ എത്തിയിട്ട് അപ്പായത്? ഇതാ ഇവിടെ വെച്ച് നമുക്കതൊരു MS കിട്ടില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു എൻട്രി നോക്കുന്നത് എവിടെ തൊട്ടായിരിക്കും? ഇവിടെ തൊട്ടായിരിക്കും. മനസ്സിലായോ? ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു FEG ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു FEG ഉണ്ട്. ശരിയല്ലേ? അതേപോലെ ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ അല്ലേ? ഏത് FEG നമ്മൾ എൻട്രി എടുക്കും? 2 FEG എടുക്കല്ലേ? എന്ത് ചെയ്യും? ഡിസ്കൗണ്ട്. അപ്പോൾ അതിന് വേറൊരു ടോപ്പിക്ക് തന്നെ നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് FEGകളും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലൊരു ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും? അതും നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യും. അപ്പോൾ നേരത്തെ മുമ്പ് ബ്രോ ചോദിച്ചതുപോലെ ഒരുപാട് FEGകൾ ഉണ്ടാകുമ്പോൾ ഏത് FEG എടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനാണ്. അതിനെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ഇതുകൊണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ FEG എന്താണെന്നുള്ളത് ക്ലിയർ ആയോ?
സാറേ ഒരു ഡൗട്ട്. ആ അവിടെ 12-ാം നമ്പറിന്റെ നേരെ മേലെ ഒരു ക്യാൻഡിൽ അല്ലേ? ഈ ക്യാൻഡിലോ? അല്ല, 12 ഇപ്പുറത്തേക്ക് താഴന്ന് 8, 9, 10 ഇല്ല, 12 താഴെ ആ ഇവിടുന്ന് ഈ കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക്, ഓ ഇങ്ങോട്ടോ? കുറച്ചും കൂടി വരട്ടെ. ആ ക്യാൻഡിൽ തന്നെ. അതല്ല MS ആവണ്ട ആക്ച്വലി. ഈ ഒരു ക്യാൻഡിലാണോ? മേലത്തത്, മേലെ ഹൈ. ഇതോ? ആ അതിന്റെ ഹൈ അല്ലേ? ഓക്കെ, അത് നമുക്കൊന്ന് വരച്ചു പോന്നോ. ഇതാ ഫസ്റ്റ് കിട്ടണ. അതല്ല MS ആവേണ്ടത്. അതല്ലേ MS ആവേണ്ടത്. ഓക്കെ, ഞാൻ ഡ്രോ ചെയ്ത്. താഴത്തെ MSS അല്ലേ? അങ്ങനല്ലേ? അല്ല അല്ലേ? അല്ല, ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങി, മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു ആ. ലോവർ ഹൈ പോയിന്റ് ആയിരുന്നു. മാർക്കറ്റ് വീണ്ടും വന്നു, താഴേക്ക് വീണു, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും ഒരു റിട്രേസ്മെന്റ് ഇവിടെ നടന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് അടുത്ത റിട്രേസ്മെന്റ് കടന്നു, വീണ്ടും അടുത്തൊരു ഫാള് കടന്നു, വീണ്ടും റിട്രേസ്മെന്റ് നടന്നു, വീണ്ടും അടുത്തൊരു ഫാള് കടന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒരു റിട്രേസ്മെന്റ് കടന്നു. ഇതല്ലേ സംഭവിച്ചത്? ശരി. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങ് അനലൈസ് തുടങ്ങിയത്. നമുക്ക് ഇവിടുന്ന് ബ്രോ ഇവിടുന്ന് പറഞ്ഞ ഒരു ഫോൾ ഏരിയ ഉദ്ദേശിക്കുന്നത് എന്താണ്? കേട്ടില്ല. ഫോൾ ഫാളെന്ന് വന്നു ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് താഴേക്ക് വീഴുന്നു എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. താഴേക്ക് വീഴുന്നു. ഓക്കെ, അപ്പൊ അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇവിടേക്ക് വന്നപ്പോ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നില്ലേ? ഇതാ ഈ ഒരു ഏരിയയിലേക്കാണോ? അതെ. അതെ, എന്നിട്ട് ഇവിടെ വെച്ച് ആ ട്രെൻഡ് അങ്ങ് ചേഞ്ച് ആയി. ഓക്കെ ഓക്കെ അല്ലേ? ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നപ്പോ ചേഞ്ച് ആയി അല്ലേ? ഇല്ല, അല്ല, ഇവിടെ ഒരു റിട്രേസ്മെന്റ് വന്നില്ലേ? റിട്രേസ്മെന്റ് വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് അടുത്തൊരു ലോ സെറ്റ് ചെയ്തില്ലേ? ലോ ബ്രേക്ക് ചെയ്തില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് ഉണ്ടാക്കിയ റിട്രേസ്മെന്റിന്റെ ഹൈ പോയിന്റ്, അതായത് ലോവർ ഹൈ പോയിന്റിനെ ഇവിടെ വെച്ച് ബോഡി ക്ലോസ് വെച്ച് ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ട്രെൻഡ് എന്തായി? പ്രോപ്പറായി എന്ന് മനസ്സിലായി. ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ്പിലേക്ക് മാറി എന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് അതിനുശേഷമുള്ള ഒരു FE ചെയ്യാൻ നോക്കി. സാറേ ഞാന് ഒരു ഇതായിട്ട് പറഞ്ഞല്ല, ഞാനിപ്പോ എന്റെ പണ്ട് കോഴ്സിൽ പഠിപ്പിച്ചത് ഈ 3 ബുള്ളിഷ് ലെങ്ത് ഉള്ള ബോഡി ക്യാൻഡിൽ ഇടയിലുള്ള ക്യാൻഡിൽ മാത്രമാണ് SCB എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അതായത് 3 വലിയ ക്യാൻഡിലിന്റെ ഇടയിലുള്ളത് ക്യാൻഡിൽ മാത്രമാണെന്നുള്ളത്. അതായത് 1, 2, 3 അല്ലേ? അങ്ങനെയല്ല. FEG എന്ന് പറയുന്നത് വാലിഡേറ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് വരുന്ന എല്ലാം FEGകൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഇത് നമ്മളെ പറഞ്ഞ് പറ്റിച്ചാണ് അവര്. അപ്പൊ പക്ഷെ അതിൽ വേറെ കുറെ കാര്യങ്ങളൂടെ ഉണ്ട് ബ്രോ. ഇപ്പൊ FEGയുടെ കേസൊക്കെ, FEG കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നോക്കും, FEG എവിടെ നിന്നാ ഉണ്ടായെന്ന് നോക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൂടെ അതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പൊ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ്. അപ്പൊ ബ്രോയ്ക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇപ്പൊ ഇവിടെ ഒരുപാട് FEGകൾ ഇവിടെ ഈ ഭാഗത്തുകളുണ്ട്. ഓക്കെ, അപ്പൊ ബ്രോയ്ക്ക് നോക്കിയപ്പോ ഈ ഒരു FEG, ഓക്കെ, ഈ ഒരു FEG നമ്മൾ പ്രകാരം ഈ മാർക്കറ്റ് ഇവിടെ വന്ന് ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളുടെ വ്യൂ. എന്താ ഞാൻ പറയാണ്, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു FEG അല്ല. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോജിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി ഇത് പ്രോപ്പർ FEG തന്നെയാണ്. മനസ്സിലായോ? പക്ഷെ അവിടെ നമ്മൾ ലോജിക്ക് പരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ലോയെ ബ്രേക്ക് ചെയ്തതിന് മുമ്പുണ്ടായ ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ലോജിക്കലി പറയാണ്. ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ നിൽക്കുക. ടെക്നിക്കലി ഇതൊരു FEG തന്നെയാണ്, ഒരു മാറ്റമില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ എല്ലാം അച്ചടക്കം പാലിച്ചിട്ടിരിക്കുന്ന ഒരു FEG തന്നെയാണിത്. ശരിയല്ലേ? പക്ഷേ നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ വെച്ച് ചിന്തിച്ചു നോക്കാം. ഈ ഒരു റിട്രേസ്മെന്റ് നടന്നു, അടുത്തൊരു ലോവർ ലോ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഒരു ഹൈ എന്ന് പറയുന്ന ഈ പോയിന്റ്. ശരിയല്ലേ? അപ്പൊ ഇതിനു മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താലേ എനിക്ക് അപ് ട്രെൻഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ അതിനു മുമ്പുണ്ടായ ഒരു FEG ഞാൻ വാലിഡ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ സാറേ ഈ സ്മോളർ ടൈം ഫ്രെയിമിൽ അതിനൊരു കൺഫർമേഷൻ ഉണ്ടാവൂലേ? ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ ചെറുതിനേക്കാൾ വലുതല്ലേ വലുത്? അങ്ങനെ ഈ വലുതാണ് എപ്പോഴും. ഈ ഹയർ ടൈം ഫ്രെയിമിന്റെ നരേറ്റീവിലാണ് മാർക്കറ്റ് ഓടുന്നത്, ലോവർ ടൈം ഫ്രെയിമിന്റെ നരേറ്റീവിലല്ല. ലോവർ ടൈം ഫ്രെയിം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, നിങ്ങൾക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ഫ്രെയിം മാത്രമാണ്. നിങ്ങൾ കഥ എഴുതേണ്ടത് ഹയർ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുന്നത് നമ്മൾ 1 മിനിറ്റിലാണ് ചെയ്യുന്നത്. ഇപ്പോ 1 മിനിറ്റ് വെരി റിസ്കി ആണ്. 1 മിനിറ്റ് നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ്ഡും പ്രോസും ആയിരിക്കണം.
അല്ലെങ്കിൽ 1 സാറേ മിനിറ്റ് ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പൊ ഈ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ എൻ്റർ ചെയ്യുമ്പോ ഇപ്പൊ ഇതിപ്പോ സാർ പോലെ കൺഫർമേഷൻ എടുക്കുമ്പോ പക്ഷെ നമ്മളപ്പോ ഈ വലിയ ടൈം ഫ്രെയിമിൽ എടുക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് ഭയങ്കര വൈഡായി പോകൂലേ? അതിനനുസരിച്ചുള്ള ടാർഗറ്റ് നമ്മൾ എടുക്കും. ഹയർ ടൈം ഫ്രെയിമിലല്ലല്ലോ നമ്മൾ എടുക്കുക. ഇപ്പൊ ഇവിടെ വന്നു, ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു MS കിട്ടി, എന്നിട്ട് അതിന്റെ ലോയും ഹൈയാണ് നമ്മൾ വെക്കുക. അതിന്റെ ക്ലാസ് നമുക്ക് വരും ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ മനസ്സിലായി. നമുക്ക് അത് പ്രോപ്പർ എക്സിക്യൂട്ട്, അതായത് എങ്ങനെ നരേറ്റീവ് ചെയ്യണമെന്നും എങ്ങനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പിക്ചർ ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ ശരി ശരി. ഓക്കെ, അപ്പോൾ ഇതിന്റെ കേസ് ഞാൻ പറയല്ലേ, ഇപ്പൊ ഈ ഒരു FPG ടെക്നിക്കലി വാലിഡ് ആണെങ്കിലും നമ്മൾ ഒരു ലോജിക്ക് വൈസ് എന്തല്ല, വാലിഡ് അല്ല. ഞാൻ പറഞ്ഞ ബ്രോയ്ക്ക് മനസ്സിലായി. ഞാൻ ഇത് പറയാൻ ഇപ്പൊ കാരണം ബ്രോക്ക് അവിടെ പറഞ്ഞ ഫസ്റ്റ് 3 ക്യാൻഡില് ഹൈ അങ്ങനെയല്ല. ഇതിനൊരു ലോജിക്ക് വേണം. നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഉണ്ടാവണം. ടെക്നിക്കൽ അവിടെ ആയിക്കട്ടെ, ലോജിക്കലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ബ്രോ പറഞ്ഞതുപോലെ ടെക്നിക്കലി 3 വലിയ ക്യാൻഡിലുകൾ തന്നെയല്ലേ, ബുള്ളിഷ് പവേഴ്സ് ക്യാൻഡിൽ തന്നെയല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് ഇത് വാലിഡായി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അർത്ഥം ഇതാണ്, ഇപ്പോഴും ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? 2 അപ്പാണെന്നുള്ളത് കൺഫർമേഷൻ കിട്ടിയില്ല എന്നുള്ളതാണ് അല്ലേ? അതെ അതെ, ഇവിടെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടണേ. ശരിയല്ലേ? ആ, ഓവർ ഓക്കെ ബയാസിൽ ഓക്കെ, അതെ അതെ. ഇവിടെയാണ് എനിക്കൊരു കൺഫർമേഷൻ കിട്ടണേ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു FPG ഉണ്ട്. മാർക്കറ്റ് അപ്ട്രൻ മാർക്കറ്റിലേക്ക് ഞാൻ സ്വിച്ച് ആയത് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു FPGയിൽ നിന്നുള്ള എൻട്രീസ് ആയിരിക്കും ഞാൻ നോക്കുക. ഇത് ബോഡി ഇല്ലാത്തൊരു വിക്കൻ അത് നമുക്ക് FPG ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഓക്കെ. ഉണ്ടോ? ഈ ഒരു FPGയിൽ നിന്നുള്ള ഈ ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ആണ് ഞാൻ എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യുക. ക്ലിയർ ആയോ? ആ ഒരു ലോജിക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയി. നിങ്ങൾ അങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. പ്യുവർലി ടെക്നിക്കലി എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇച്ചിരി എന്ത് ചെയ്യുക, അതിന്റെ ലോജിക്കും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ, വേറൊരു കാര്യത്തോട് ഞാൻ പറയാം. വേറൊരു ചുമ്മാ ഒരു ലോജിക്കാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. ശരിയല്ലേ? അതായത് നമ്മളുടെ ഒരു റെസിസ്റ്റൻസ് ഒക്കെ പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ താഴേക്ക് മാർക്കറ്റ് വീണേക്കാം അല്ലേ? ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് വീണേക്കാം. ശരിയല്ലേ? കാരണം ഇവിടുന്ന് ഒരു ഹ്യൂജ് പമ്പാണ് നടന്നിട്ടുള്ളത് അല്ലേ? ഇവിടുന്ന് ഒരു ഹ്യൂജ് സെല്ലിംഗ് ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് വേറൊരു കാര്യം ക്ലിയർ ആയി. ഇതിന് മുകളിൽ ഇവിടെ ഒരു ബോഡി ക്ലോസ് വെച്ചു. കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? കൺഫ്യൂഷൻ ആവണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആ ലോജിക്കലി നിങ്ങളെ ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതിപ്പോ പറയില്ല. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് വെച്ച് കണ്ടോ? അതെ അതെ അതെ. ആ ക്ലോസ് വെച്ചതിന് അർത്ഥം എന്താണ്? ഇവിടെയുള്ള സെല്ലേഴ്സിനേക്കാൾ പിടിമുറുക്കുന്നത് ബയ്യേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇച്ചിരിയുടെ കൺഫർമേഷൻ ആയോ? അങ്ങനെയാണ് ഇതിനെ നരേറ്റീവ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. വളരെ ഒരു ബേസിക് സാധനം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം എന്തിനു ചെയ്യാൻ. ഒരു ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ ഒരു കഥ എഴുതാൻ പറ്റണം. ആ കഥ എഴുതാൻ പറ്റുന്നിടത്താണ് നിങ്ങളുടെ വിജയം. സാറേ ഇതിപ്പം 4 അവർ ടൈം ഫ്രെയിമിലല്ലേ, നമുക്കിത് 15 മിനിറ്റ് നമുക്ക് FPG കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും 15 മിനിറ്റിൽ നിങ്ങൾക്ക് FPG ഉറപ്പായിട്ടും ഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് ഏത് സമയം ഫ്രെയിം, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയ ടൈം ഫ്രെയിം അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇതാ ഇവിടെ കണ്ടില്ലേ 15 മിനിറ്റ്. അപ്പൊ നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് നോക്കണമെങ്കിൽ 15 മിനിറ്റ് അല്ലേ നമ്മൾ നോക്കണ്ടേ? ഒരിക്കലും അതോ അവിടെയാണ് വ്യത്യാസം. ഒരിക്കലും നമ്മളെ എക്സോറ ക്യാപിറ്റലിലെ തന്നെ ബ്രേക്ക് ഡൗൺ വീഡിയോ അതിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, എങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരാൾ പോലും കണ്ടിട്ടില്ലേ? കണ്ടായിരുന്നു, പക്ഷെ മനസ്സിലായില്ല. ഇൻസ്റ്റയിലുണ്ടായിരുന്നു. ഓക്കെ മനസ്സിലായില്ല. ഇല്ല ഇല്ല, ആരും എടുത്തിട്ടില്ല യൂട്യൂബിലുള്ളതാ ചോദിച്ചാൽ യൂട്യൂബിലുള്ള ഇൻസ്റ്റ മറ്റേ ഇതായിട്ടുണ്ടായിരുന്നു, പിക്ചറായിട്ട്. യൂട്യൂബിലുള്ള ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത് എൻട്രി എടുത്തതാണ്. അതെ, അതായത് നമ്മൾ യൂട്യൂബിലെ എക്സോറ ക്യാപിറ്റലിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന് ഇപ്പൊ ബ്രോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതിലുണ്ട്. പൊതുവെ ഞാൻ നരേറ്റ് ചെയ്യുന്ന എവിടുന്നാന്നറിയാവോ? മന്ത്ലിയിൽ നിന്നാണ്. മന്ത്ലിയിൽ നിന്നും 3 മന്തിൽ നിന്നും നരേറ്റ് ചെയ്താണ് ഞാൻ വരുന്നത്. ഞാൻ ഇൻട്രാഡേ ട്രേഡറാ. ഞാൻ അന്ന് എടുക്കുന്ന സാധനം അന്ന് എക്സിറ്റ് ചെയ്യുന്ന ആളാ. ഓക്കെ, പക്ഷെ എനിക്ക് ഇവിടെ തൊട്ടിട്ടേ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. ഇപ്പൊ എന്റെ ഈ ചാർട്ടുകളിലെല്ലാം നിങ്ങൾക്ക് കാണാം ഓരോ ഡ്രോയിങ്സുകൾ. ഓക്കെ, ഇപ്പോ എനിക്ക് അവിടെ തൊട്ടിട്ടേ വ്യക്തമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്.
ഇതിലൊരു വ്യൂ ഉണ്ടായിരിക്കും. അവിടുന്ന് ഞാൻ അതിന് ഇങ്ങോട്ടൊന്ന് ചുരുക്കും, എന്നിട്ട് ഇങ്ങോട്ടൊന്ന് ചുരുക്കും, ഇങ്ങോട്ടൊന്ന് ചുരുക്കും, ഇങ്ങോട്ടൊന്ന് ചുരുക്കിയതിന് ശേഷമാണ് ഞാൻ 5 മിനിറ്റിലോ 50 മിനിറ്റിലോ 3 മിനിറ്റിലോ വന്ന് ഞാൻ എൻട്രി എക്സിക്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ നമ്മളൊരു ലോ ടൈം ഫ്രെയിമിൽ ഒരു 15 ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 15 മിനിറ്റിൽ വന്ന് ഒരു ലെവൽ വരച്ച് എക്സിക്യൂട്ട് ചെയ്താൽ സർവൈവ് ചെയ്ത് പോവാൻ ഭയങ്കര പാടുപെടും. അതുമല്ല, അതല്ല ഒരു പ്രോപ്പർ രീതി. മനസ്സിലായോ? അത് എങ്ങനെ നിങ്ങളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, എന്തൊക്കെ സെറ്റപ്പുകൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം ആ ടോപ്പിക്കിൽ ഞാൻ തരാം. ഓക്കെ അല്ലേ? ഓക്കെ സാർ, ഓക്കെ. ഓക്കെ. ഓക്കെ ബ്രോ, ചോദിച്ച ചോദ്യത്തിന് ബ്രോക്ക് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. കിട്ടി. ഓക്കെ, അത് ചുമ്മാ നമ്മളെ യൂട്യൂബിലുള്ള ചുമ്മാ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ക CRT ICT ട്രേഡാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചുമ്മാ ബ്രോ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ബ്രോയ്ക്ക് അത് മനസ്സിലാവും, എങ്ങനെ നരേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം ബ്രോയ്ക്ക് ഒന്ന് മനസ്സിലാവും. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഒരു സംഭവം. അപ്പോൾ ഒരു ക്യാൻഡിലിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ലോജിക്കും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ അതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ തുടക്കമേ ട്രെയിൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ആ രീതി ട്രെയിൻ ചെയ്ത് പോവുക. വെറുതെ ഒരു ടെക്നിക്കലി നിങ്ങൾ അതിനെ അരച്ചുകലക്കി കുടിക്കാതെ അതിനപ്പുറത്തേക്ക് ആ ഒരു ട്രേഡിങ്ങിൽ നിങ്ങളെ ലോജിക്ക് കൂടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ നേട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ടെക്നിക്കലി ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു FEG ആണെങ്കിലും നമ്മളൊരു നോളജ് വൈസ് അല്ലെങ്കിൽ ഒരു ഇത് വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു FEG വാലിഡ് ആക്കി എടുക്കാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് ഈ FEG എടുത്തു, എന്തൊക്കെ കോൺഫ്ലുവൻസുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ FEG വാലിഡ് ആയിട്ടുള്ള ഒരു FEG ആയി എടുത്തത് എന്നുള്ള കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ FEG യെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സാർ അതെ, ഈ 4 അവറിൽ നമ്മള് FVG കിട്ടിയതിന് ശേഷം ആ 4 അവറിൽ തന്നെയല്ലേ അത് ആ FVGയിൽ വന്ന് ടാപ്പ് ചെയ്യണത്? ആ 4 അവറിൽ തന്നെയല്ലേ നമ്മൾ നോക്കേണ്ടത്? ആ ടാപ്പ് ചെയ്തതിന് അതെ ശേഷമല്ലേ ലോവർ ടൈം ഫേവറേറ്റ് മാറുക? എക്സാക്ട്ലി. അതായത് നിങ്ങൾക്ക് ഈ FEGയിൽ വന്ന് 4 അവറിൽ FEG ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും FEGയിൽ ചാറ്റ് ബോക്സിൽ സാറേ, ചാറ്റ് ഞാനൊരു ബോക്സിൽ ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. നമ്മൾ 4 അവറിൽ FEG മാർക്ക് ചെയ്തു, ഉം. പിന്നെ അത് നമ്മൾ 50 മിനിറ്റിലേക്ക് പോയി അത് അവിടുന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു MS കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ എൻട്രി നോക്കുന്നത്. അതെ ആ രീതിയിലാണ് നോക്കുന്നത്. പക്ഷേ FEGയിലേക്ക് പ്രൈസ് വരുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അതിന്റെ ബാക്കി എന്തൊക്കെ കൂടെ വേണം എന്നുള്ള കാര്യങ്ങളൂടെ ഞാൻ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മള് 4 അവറിൽ FEG മാർക്ക് ചെയ്ത് വെക്കണം. അതായത് ഇത്ര മാത്രം ബ്രോ ഉദ്ദേശിക്കുക. ഒരു FEG ഞാൻ മാർക്ക് ചെയ്യുന്നു. FEG മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു FEG ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുക എന്നുള്ള ഒരു അസംഷൻ നമുക്കുണ്ട്. അപ്പൊ ആ FEGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്ന പോയിന്റിൽ ലോവർ ടൈം ഫ്രെയിമിൽ പോകുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ടുള്ള MS നോക്കുന്നു. MS നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ട്രെൻഡ് ചേഞ്ച് ആയി. ഓക്കെ, ആ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോഡി ക്ലോസോട് കൂടി MS കിട്ടിയാൽ അതിന്റെ നിയർ ബൈ ആയിട്ടുള്ള FEGയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ബ്രോക്ക് എൻട്രി കയറാം. ഇതാണ് ഇപ്പോൾ ഉള്ള ലോജിക്ക്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നമ്മൾ ഇനി വരും ക്ലാസ്സുകൾ ഓരോന്ന് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? തിരിച്ചു തന്നെ FEG നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 50 മിനിറ്റിലുള്ള FEG അതെ. ഓക്കെ ആണോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഇനി ഒരു അടുത്ത ടോപ്പിക് നമ്മളിപ്പോൾ ഒരു കീ ലെവൽ പഠിച്ചേ. ഇതിന് ഞാൻ കീ ലെവൽ നിങ്ങൾക്ക് വിളിക്കാം, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കാം, DOL എന്ന് വിളിക്കാം, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ഞാൻ ഇതിനെ ഒരു കീ ലെവലായിട്ടാണ് FEG കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. കീ ലെവൽ എന്നുള്ളതാണ് മെയിൻ ഹെഡിങ്. അതിൽ ഒരെണ്ണമാണ് ഏത് FVG. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരെണ്ണം പഠിക്കാം. OB അഥവാ ഓർഡർ ബ്ലോക്ക്. കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഓർഡർ ബ്ലോക്കിന്
ഓക്കെ, ഓർഡർ ബ്ലോക്ക്. ഓക്കെ അല്ലേ? ഓർഡർ ബ്ലോക്ക് അഥവാ OB. ഇതിൽ ഓർഡർ ഇപ്പോൾ നിങ്ങൾ പലയിടത്തും പോയിട്ടൊക്കെ അക്കാദമിയിൽ നിന്നൊക്കെ നിങ്ങൾ എടുത്ത ആൾക്കാരായിരിക്കും, മെന്റർഷിപ്പ് ഒക്കെ എടുത്ത ആൾക്കാരായിരിക്കും. ഓർഡർ ബ്ലോക്കിനെ പലരും പല രീതിയിലാണ് നരേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു SMC പരമായിട്ട് പറയുമ്പോൾ ഓർഡർ ബ്ലോക്ക് വേറെ ഒന്നാണ്, ICT പരമായി പറയുമ്പോൾ ഓർഡർ ബ്ലോക്ക് വേറെ ഒന്നാണ്. അങ്ങനെ പല രീതിയിലാണ് ഓർഡർ ബ്ലോക്കിനെ നരേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അതിലൊരു രീതിയിൽ ഞാൻ അതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഞാൻ നരേറ്റ് ചെയ്തു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് FEG എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് കീ ലെവൽ ആയിരുന്നു. അതായത് നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻസ് നോക്കാനുള്ള ഏരിയ. ഓർഡർ ബ്ലോക്കും അതേപോലുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. അപ്പോ ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം. OB വരയ്ക്കണമെങ്കിൽ, OBയെ ഡ്രോ ചെയ്യണമെങ്കിൽ, OB ഡ്രോ ചെയ്യാൻ വളരെ സിമ്പിളാണ്. OB വരയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കണം, അതല്ല എങ്കിൽ മാർക്കറ്റ് എന്തിലായിരിക്കണം? ഡൗൺ ട്രെൻഡിലായിരിക്കണം. ഇതില്ലാതെ സൈഡ് വേസിലാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കണം, ഒന്നെങ്കിൽ മാർക്കറ്റ് എന്തിലായിരിക്കണം? ഡൗൺ ട്രെൻഡിലായിരിക്കണം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കേസ്, ഒന്നെങ്കിൽ നമ്മൾ ആ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുന്ന ഏരിയയിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കണം, അതല്ല എങ്കിൽ ഒരു MS നടക്കണം. കണ്ടീഷൻസ് ആണ് പറയണേ. ഓക്കെ അല്ലേ? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കണം, അതല്ല എങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കണം. 2FEG വന്നാൽ ഏതെടുക്കണം? അതിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞുതരാം ബ്രോ. അതിന്റെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കണം, ഡൗൺ ട്രെൻഡ് ആയിരിക്കണം. സൈഡ് വേസിൽ പോയി എന്ത് ചെയ്യാൻ നിൽക്കരുത്? വരയ്ക്കാൻ നിൽക്കരുത്. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കുന്ന ഓർഡർ ബ്ലോക്കിന്റെ ആ ഒരു ഏരിയയിൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കണം, അല്ലെങ്കിൽ എന്ത് നടക്കണം? MS നടക്കണം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരയ്ക്കുന്ന ഏരിയയിൽ വ്യക്തമായിട്ടുള്ള ഇംബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. കണ്ടീഷൻസ് ഓക്കെ അല്ലേ? നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് വരണം അല്ലേ? എല്ലാം വരണം. ഒരെണ്ണം കൂടെ ഉണ്ട്, ഇത് നിങ്ങൾ ഇപ്പോൾ നോക്കണ്ട, നമ്മൾ പഠിച്ചിട്ടില്ല. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയത്തിലായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓർഡർ ബ്ലോക്കിനെ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് പഠിച്ചിട്ടുണ്ട്. അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാലോ. BOS MS വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഇംബാലൻസ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാത്തത് അല്ലേ? ഓക്കെ. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നമ്മൾ ഇന്ന് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവില്ല. അതോടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഡിസ്കൗണ്ട് പ്രീമിയം ഇല്ലാണ്ട് നമുക്ക് ഓർഡർ ബ്ലോക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാം. അത് എനിക്കറിയാലോ, അത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് തരാം. ഡിസ്കൗണ്ട് പ്രീമിയം വലിയ പരിപാടിയൊന്നുമില്ല, നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ. ഓർഡർ ബ്ലോക്കിന് ആദ്യം നമുക്ക് ഈ ഒരു 3 കണ്ടീഷൻസ് നോക്കാം. ഇതവിടെ നിൽക്കട്ടെ. ഈ ഒരു മാർക്കറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മാർക്കറ്റിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മാർക്കറ്റ് ഇതെന്ത് മാർക്കറ്റായി? അപ് ട്രെൻഡിൽ നിന്ന് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്കുള്ള ഒരു മാർക്കറ്റായി. ശരിയല്ലേ? അതായത് അപ് ട്രെൻഡ് മാർക്കറ്റോ ഡൗൺ ട്രെൻഡ് മാർക്കറ്റോ ആവണമെന്ന് പറഞ്ഞു. ആ കണ്ടീഷൻ വാലിഡേറ്റ് ആയോ? വാലിഡേറ്റ് ആയി. അപ്പൊ അത് ടിക്ക് ചെയ്തേ. ഒരു BOSO MSO നടക്കണമെന്ന് പറഞ്ഞു. ശരിയല്ലേ? ഈ ഒരു ഏരിയയിൽ MS കിട്ടി. ശരിയല്ലേ? അവിടെ ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇംബാലൻസ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇംബാലൻസ് ഉണ്ടോ? എവിടെയാണ് ഇംബാലൻസ്? ഇതല്ലേ ഇംബാലൻസ്. അപ്പോ ഈ ഒരു 3 കണ്ടീഷനും എന്തായി? ഓക്കെ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതോടെ നിൽക്കട്ടെ, നിങ്ങളിപ്പോൾ തൽക്കാലം ഇതിനെ കുറിച്ച് ആലോചിക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യാം. ശരിയല്ലേ? എവിടെ? അതാണ് ചോദ്യം. ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഇതിനിടയിലുള്ളതാണ് FEG അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ ഇത് ഈ പച്ച ക്യാൻഡിൽ.
ചെറിയ പച്ച. ഈ പച്ച, ചെറിയ പച്ച 1 2 3 ഇതാണ് FPG. ഓക്കെ, ഇത് FPG മാർക്ക് ചെയ്തു. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് FPG ക്രിയേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ, അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ FPG എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബൾക്കായിട്ട് ബൈ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് പെൻഡിങ് ഓർഡേഴ്സ് ഉള്ളതാണ് ഓർഡർ ബ്ലോക്ക്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും പെൻഡിങ് ഓർഡേഴ്സ് ഉള്ള ഏരിയകളാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് മാർക്കറ്റ് ഒന്നെങ്കിൽ FPGയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവാം, അതല്ലെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് അത് തന്നെയാണോ സാറേ ഈ ഓർഡർ ബുക്ക് എന്ന് പറയണത്? അതെനിക്കറിയില്ല ബ്രോ. അത് ഓർഡർ ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കും മേ ബി. ഈ അപ്പാരിലൊക്കെ ഓർഡർ ബുക്ക് ഉണ്ടോ അതാണ് ചോദിച്ചത്. ബയേഴ്സ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞ ഓർഡറുകൾ ഇങ്ങനെ കൊടുത്താണ്. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പൊ ഒന്നെങ്കിൽ FPGയിൽ വന്ന് പോവാം, ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിപ്പോ എവിടെ നിന്ന് പോവും? ഒരു ഡൗട്ട്, അത് നമ്മള് MS മാർക്ക് ചെയ്ത് അതിന് മേലല്ല, അപ്പൊ ഈ FPG വാലിഡ് അല്ലല്ലോ, അപ്പൊ പിന്നെ അതിന്റെ അടുത്തുള്ള എക്സാക്ട്ലി. ഈ ചോദ്യം ഒരാളെങ്കിലും ചോദിച്ചതിൽ വലിയ കാര്യം. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ ഞാൻ അങ്ങോട്ട് സൂം ചെയ്യാണ്. കേട്ടില്ല സാറേ ചോദ്യം എന്താന്ന്? ബ്രോ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു ഏരിയ ഈ FPG മിറ്റിഗേറ്റ് ചെയ്തതിന് മുമ്പായിട്ട് ഇവിടെ MS നടന്നിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ഇത് എങ്ങനെ FPG ആയിട്ട് ഡ്രോ ചെയ്യും? അതായത് ഞാൻ ബ്രോ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂൾസിൽ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ അപ് ട്രെൻഡ് മാർക്കറ്റ് ആവണം, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആവണം, അല്ലേ? ഇവിടെ നമുക്ക് ട്രെൻഡ് അനാലിസിസ് ചെയ്യാൻ പറ്റി. ഈ രണ്ട് മാർക്കറ്റിൽ ഒന്നാണ് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അടക്കണം, അല്ലെങ്കിൽ MS അടക്കണം. ഓക്കെ, അപ്പോൾ ബ്രോ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MS നടക്കുന്നത് ഇപ്പോൾ ദാ ഇങ്ങനെയാണ് സംഭവം. ഇവിടെ MS നടന്നോ? നടന്നിട്ടില്ല. ഇല്ല. MS നടക്കാൻ ഞാൻ ഇങ്ങനെ FPG ഡ്രോ ചെയ്യും. ഡ്രോ ചെയ്യാൻ 3 ക്യാൻഡിലല്ലേ വേണ്ടു? 3 ക്യാൻഡിൽ മതി ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യാൻ. MS നടന്നു. ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യാൻ MS-ഉം BOS-ഉം വേണ്ടേ? BOS അല്ലെങ്കിൽ MS നടക്കണ്ടേ? അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ അറിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് മനസ്സിലാക്കി. അതായത് ആ കണ്ടീഷൻ ഓക്കെ ആയി അല്ലേ? ആ കണ്ടീഷൻ ഓക്കെ ആയി. ഇനി അടുത്ത കണ്ടീഷൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓർ MS നടക്കണമെന്ന് പറഞ്ഞു. അത് ഇവിടെ നടന്നിട്ടുണ്ടോ? നന്നായിട്ട് കാണുന്നുണ്ട് സൂം ചെയ്യുമ്പോൾ. നടന്നിട്ടുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് സംഭവം. അത് സത്യം പറഞ്ഞാൽ അപ്പൊ ആ ഒരു കാര്യമാണ് നിങ്ങളിവിടെ നോക്കണ്ടേ. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ MS നടന്നിട്ടുണ്ട്. ഇതാ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഓക്കെ അല്ലേ? ചോദിച്ച ബ്രോ ഏതാന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഇവിടെ ഒരു ബോഡി ക്ലോസ് വന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവിടെ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് അവിടെ ഓർഡർ ബ്ലോക്ക് വരയ്ക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ ബ്രോ? ഓക്കെ, അപ്പോ ഇതാണ് കാര്യം. ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നോക്കാം നമുക്ക് അടുത്തും കൂടെ. ഓർഡർ ബ്ലോക്ക് FPG ഉണ്ടാവുന്നതിന്റെ ആദ്യത്തെ ക്യാൻഡിലാണോ? ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ 1 2 3 എന്നുള്ള രൂപത്തിലല്ലേ നമ്മൾ എണ്ണുക. ഇതാ ഈ ഒരു ക്യാൻഡിൽ അങ്ങോട്ട് എടുക്കുക. ഫസ്റ്റ് ക്യാൻഡിൽ. ആ ഫസ്റ്റ് ക്യാൻഡിൽ മൊത്തത്തിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. ക്ലിയർ ആയോ? ക്ലിയർ. ഇപ്പൊ ഇവിടെയാണ് എങ്കിൽ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഇതാ ഇത് മൊത്തമാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ അല്ലേ? ഇപ്പൊ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഇവിടെ ഒരു FPG ഉണ്ട്, ഞാൻ ബാക്കിയുള്ളത് നോക്കണില്ല. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ അല്ലേ? അതിപ്പോ ഒരു ഏത് ക്യാൻഡിലായാലും കുഴപ്പമില്ലേ? 1 2 3 എന്നാണ് ഫസ്റ്റ് ക്യാൻഡിൽ. അതായത് FPG ക്രിയേറ്റ് ചെയ്തതിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ. ഇവിടെ FPG ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടല്ലേ ക്രിയേറ്റ് ആയത്. അപ്പൊ ഫസ്റ്റ് ക്യാൻഡിൽ അങ്ങ് എടുക്കുക.
ഈ ഒരു ആദ്യത്തെ ക്യാൻഡിൽ എന്നുള്ള രൂപത്തിൽ പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിന്റെ ആദ്യത്തെ ക്യാൻഡിൽ. ഓക്കെ അല്ലേ? ഇവിടെ ആകുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ആദ്യത്തെ ക്യാൻഡിൽ. ഇവിടെ ആകുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ആദ്യത്തെ ക്യാൻഡിൽ. ഇവിടെ ആകുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ആദ്യത്തെ ക്യാൻഡിൽ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആദ്യത്തെ ക്യാൻഡിൽ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ഒരു ക്യാൻഡിൽ. ഇവിടെ നിന്ന് എണ്ണുകയാണെങ്കിൽ 1 2 3 ഇവിടെ നിന്ന് എണ്ണുകയാണെങ്കിൽ ഇത് ഓർഡർ ബ്ലോക്ക്. 1 2 3 ഇവിടെ നിന്ന് എണ്ണുകയാണെങ്കിൽ ഇത് ഓർഡർ ബ്ലോക്ക്. 1 2 3 ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇവിടെ ആകുമ്പോൾ 1 2 3 ഈ FEG ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ ഓർക്കോ. സാർ അതായത് ഫെയർവെൽ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും തൊട്ടടുത്തായിരിക്കണം അല്ലേ? അതെ അതെ, ഏതാണ്ട് എക്സാക്ട്ലി. ഒരുമിച്ച്. അത് തൊട്ടടുത്തായിരിക്കും. FEG വരുന്നു, then തൊട്ട് താഴെയുള്ള ഓർഡർ ബ്ലോക്ക് നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾ എന്താ ചോദിക്കാത്തത്? സാറേ അപ്പൊ ഇപ്പൊ ബ്ലോക്ക് നമ്മള് ഡ്രോ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? ഡ്രോ ചെയ്യുന്നത് ഈ ഒരു ലെവൽസ് ആണ്. ഇതൊരു കീ ലെവൽ നമ്മൾ തൊട്ടും പറഞ്ഞില്ലേ, ഈ ലെവലിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രീസ് നോക്കുന്നത്. നമ്മൾ എൻട്രി വാലിഡ് ആയിട്ടുള്ള എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയകളിൽ മാർക്കറ്റ് വരുമ്പോഴാണ്. അല്ലാതെ റാൻഡം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യില്ല, എൻട്രീസ് നോക്കൂല. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ് അല്ലേ? ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഓർഡർ ബ്ലോക്ക്. അതായത് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും പെൻഡിങ് ഓർഡേഴ്സ് ഒരുപാട് ഉണ്ടാവും അവിടെ. അപ്പൊ ആ ഒരു ഏരിയയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പമ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സാറേ ഓർഡർ ബ്ലോക്കിലും FEG-യിലായാലും 2 times മാക്സിമം 2 times അല്ലേ നോക്കുള്ളൂ? അതെ 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 അതെ, മാക്സിമം 2 times. സാറേ പിന്നെ അതിൽ സാറ് ഓർഡർ ബ്ലോക്ക് വരക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ MS നമുക്ക് കിട്ടണം അല്ലെ? എക്സാക്ട്ലി. ഇപ്പൊ സാറ് കുറച്ചു മുമ്പ് സാറ് പറഞ്ഞല്ലേ MS-നകത്ത് FEG വാലിഡ് അല്ല, നമ്മള് BOS-നകത്ത് FEG വാലിഡ് ആയി വരുന്നതെന്ന്. MS-നകത്ത് MS-നകത്ത് വരുന്ന FEG വാലിഡ് ആയിട്ട് കൺഫേം ആയിട്ടില്ല, അത് അപ് ട്രെൻഡിലേക്കാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ. അപ്പം ഈ MS-നകത്ത് വരുന്ന FEG-യും നമ്മൾ എടുക്കുവോ അപ്പം? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ബ്രോ ഉദ്ദേശിച്ചേ? അതെ അതെ. തൊട്ടു മുമ്പ് പറഞ്ഞത് ഞാൻ ഈ ഇതിനെ സൂം ചെയ്ത് നമ്മളൊരു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. FEG മാർക്ക് ചെയ്തില്ലേ? മനസ്സിലായി. ഈ അത് FEG കഴിഞ്ഞ് ഒരു 15 മിനിറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യില്ല. അവിടെ വരുന്ന MS FEG ആണ് ചോദ്യം. FEG വന്നിട്ട് പിന്നെ അവിടുന്ന് MS വന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് പിന്നെ ഇത് റീട്രേസ്മെന്റ് വരൂലേ? അതാണ് ചോദിച്ചത്. അതാണോ ബ്രോ ചോദിച്ചേ? അതല്ലല്ലോ. അല്ല, എന്റെ അഭിപ്രായത്തില് ബ്രോ ചോദിച്ചത് സാറ് ഇതിന്റെ മുന്നേ എനിക്ക് മനസ്സിലായി. താഴത്തുള്ള അതെ FEG അതെ വാലിഡ് അല്ല, അതെ മുകളിലുള്ള FEG അതെ ആണ് അതെ വാലിഡ് അതെ എടുത്തതെന്ന് അതെ അതെ പറഞ്ഞത്. എക്സാക്ട്ലി. അതെ സംഭവം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ അവിടെ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഒരു ബിഹൈൻഡ് ദ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു FEG നിങ്ങൾ വാലിഡ് ആക്കി എടുക്കരുത്. ഓക്കെ, ഇത് നമ്മള് സാറേ ഈ ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഈ ഫോർവേഡ് ടൈം ഫ്രെയിം ആണ്. ആ ടൈം ഫ്രെയിമിൽ തന്നെ ഇത് കിട്ടിയെങ്കിൽ മാത്രമല്ലേ നോക്കുള്ളൂ? നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലാണ് ഓർഡർ ബ്ലോക്സിന് FEG-കളെല്ലാം ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ വന്ന് എൻട്രി എക്സിക്യൂട്ട് ചെയ്യും. അതാ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും? ഇല്ല, ഹയർ ടൈം ഫ്രെയിംസിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യേണ്ടത്. നിങ്ങൾ അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. മാക്സിമം ഒരു 1 hour 4 hour ഡെയിലി അങ്ങനെ അങ്ങ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴേ അങ്ങ് തുടക്കമേ അങ്ങ് ശീലിക്കുക. ഓക്കെ അല്ലേ? സാറേ നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ നോക്കാനായിട്ട് ഏറ്റവും എളുപ്പം നമ്മൾ ആ ക്യാൻഡിലിന്റെ പുറത്ത് ജസ്റ്റ് ഈ കഴ്സർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കാണിക്കൂല, ഹൈ ലോ? ഉറപ്പായിട്ടും അതല്ലേ കുറച്ചും കൂടി ഈസിയസ്റ്റ് വേ? അതെ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ, ഒരു പ്രശ്നമില്ല. നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്തിട്ട് പിന്നെ നമ്മൾ ലോ 15 അല്ലെങ്കിൽ 5 മിനിറ്റിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്. അതെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതാൻ പറഞ്ഞത്. ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം എന്നുള്ള ഒരു രൂപത്തിൽ നമുക്ക് ഒരു ടോപ്പിക് തന്നെ ഉണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൽ ഞാൻ ഈ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് FEG-കൾ അല്ലെങ്കിൽ കീ ലെവൽ എന്താണോ കീ ലെവൽ വരച്ചതിന് ശേഷം അതിനെങ്ങനെ ലോവർ ടൈം ഫ്രെയിമിൽ കൊണ്ടുപോയി നരേറ്റ് ചെയ്ത് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്, SL എവിടെ വെക്കണം, ടാർഗറ്റ് എവിടെ വെക്കണം എന്നുള്ള A to Z കാര്യങ്ങൾ ഞാൻ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. അതിനു മുമ്പ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊന്നും അത് കംപ്ലീറ്റ് ആവുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ അപ്പോൾ ഇതായിരുന്നു സംഭവം. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനെനിക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ?
എല്ലാവർക്കും പറയാട്ടോ. പറ്റും. മാർക്കറ്റ് ആദ്യത്തെ കേസ് ഓക്കെ, ആദ്യത്തെ കേസ് അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് എന്നുള്ള കേസ് ഓക്കെ, ആ സിനാരിയോ പാലിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇംബാലൻസ് ഉണ്ടോ? ഇംബാലൻസും ഉണ്ട്, ശരിയല്ലേ? ആ കേസും പാലിക്കുന്നുണ്ട്. ഓക്കെ. BOS MSO എന്ത് പറയണം? BOS ഉണ്ടല്ലോ ഇപ്പൊ. എന്ത് പറയണു? പിയോസ് ഉണ്ടല്ലോ സാറേ, ഇല്ലേ? ഉണ്ട്. ഏതാണ്? ഇങ്ങനെയാണോ? MS അല്ലേ ഉള്ളത്? അല്ല, MS ഓൾറെഡി മാർക്ക് ചെയ്തല്ലോ. ഇത് കഴിഞ്ഞിട്ടല്ലേ MS ഇതാ ഇത്. MS ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. പിയോസ് ഉണ്ട് സാറേ. കൺഫ്യൂഷൻ ആക്കണ്ട, ഇവിടെ ആക്കാം. ഓക്കെ. ഇതെനിക്ക് വരയ്ക്കാൻ പറ്റുമുള്ള നമ്മളെ കേസുകൾ കണ്ടീഷൻസിൽ അപ് ട്രെൻഡ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് എന്നുള്ളത് ഓൾറെഡി ടിക്ഡ് ആയി. ഇംബാലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു, ഇംബാലൻസ് ഉണ്ട്, അതും ടിക്ഡ് ആയി. എനിക്ക് ഇനി അറിയേണ്ട കാര്യം ഒന്ന് മാത്രമാണ്, BOSO MSO നടന്നിട്ടുണ്ടോ? MS ഇവിടെ ഓൾറെഡി നടന്നു. ഇവിടെ നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊരു MS മാത്രമാണ്. സാറേ ഇപ്പൊ BOS ഉണ്ടല്ലോ, പക്ഷെ അടുത്ത ക്യാൻഡിൽ BOS അല്ലേ? ഏതാണ്? ഈ ക്യാൻഡിലാണോ? റേറ്റ് സിംഗിൾ ക്യാൻഡിൽ അല്ലേ കിട്ടിയിട്ടുള്ളൂ? അല്ല, ഇനി വരാൻ പോകുന്ന ക്യാൻഡില് ഇവിടെ ഒരു ബാലൻസ് വരുന്നില്ലേ? BOS. ലാസ്റ്റിലെ ഒരു ബാലൻസ് വരുന്നില്ലേ? കേട്ടില്ല കേട്ടില്ല. അല്ല സാറേ, FPG ഓക്കെ. വരുന്നില്ലേ ദാ ഇവിടെ നിങ്ങൾ പറഞ്ഞത് പോലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റ കാര്യം, നിങ്ങൾ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ റിട്രേസ്മെന്റ് ഒക്കെ ഫൈൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനിപ്പോ കറന്റ് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇതിനെ ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ ഇടണം. അതെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഉണ്ട്. ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട് അവിടെ. സാറേ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. ഓക്കെ. അതായത് ബോഡി വെച്ച് സംഭവം ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ ഞാൻ വരാം അതിനകത്തോട്ട്. സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് ഇല്ലേ ബ്രോ, ഈ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം പാലിക്കണം ഒരു ഓർഡർ ബ്ലോക്ക് ഡ്രോ ആവണമെങ്കിൽ, ശരിയല്ലേ? ഇവിടെ നമ്മൾ ആ ചെക്ക് ലിസ്റ്റുകളെല്ലാം പാലിച്ചത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്കിനെ ഡ്രോ ചെയ്തത്. കാര്യം ക്ലിയർ ആണോ? അതെ. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതായത് നമ്മുടെ അപ് ട്രെൻഡ് മാർക്കറ്റ് എന്നുള്ള കാര്യത്തിൽ അത് ഓക്കെ ഫൈൻ, എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു FEG ഉണ്ട്, ശരിയല്ലേ? അതായത് ഇംബാലൻസും ഓക്കെ. ഇനി എനിക്ക് അടുത്ത ചെക്ക് ലിസ്റ്റ് എനിക്ക് ടിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഏതാ വേണ്ടത്? BOSO MS കിടക്കണം അല്ലേ? ആ BOSO MSO ഇവിടെ നടന്നാലല്ലേ എനിക്ക് ഈ ഒരു ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ആക്കി എനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്ന അതാണ്. ഇവിടെ BOSO MSO നടന്നിട്ടുണ്ടോ? കളർ വെച്ച് ഒരാളും പറയരുത്. ആ ക്യാൻഡിലിനെ നോക്കുക, മനസ്സിലാക്കുക. ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് തരാം. കളർ വെച്ച് ആരും ഇതിൽ പറയരുത്. BOS നടന്നിട്ടുണ്ട്. നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. BOS നടന്നു, BOS നടന്നില്ല, നടന്നു. കൂടുതൽ മെജോറിറ്റി ഏതാണ്? BOS ആണ്, MS ആണ്? അല്ല, BOS എന്നുള്ളവരാണ് ഇല്ലെന്നുള്ളവരാണ്? ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വരുന്നത് ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ? ഇത് നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് കളർ കണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയും അല്ലേ? ഒരു സെല്ല് നടന്നു. ഓക്കെ. ഈ ഒരു ക്യാൻഡിൽ എന്താ നിങ്ങളോട് പറയണേ? എനിക്ക് അതാ കേൾക്കാൻ എനിക്കിഷ്ടം. ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് ഓക്കെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ? അതാണ് മെയിൻ കാര്യം. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള റിട്രേസ്മെന്റ് ആയി നിങ്ങൾ കരുതരുത്. ഇത് നോക്കിയേ നിങ്ങള്, എന്നിട്ട് രണ്ടിനെ വിക്ക് നോക്കിയേ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. മനസ്സിലായോ? ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് റിട്രേസ്മെന്റ് പരിഗണിക്കുന്ന ഡബിൾ ക്യാൻഡിലല്ലേ നമ്മൾ പരിഗണിക്കണുള്ളൂ. അതെ, ഡബിൾ ക്യാൻഡിലാണ്. ഡബിൾ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഡബിൾ കറക്ഷൻ ക്യാൻഡിൽസ് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 2 കറക്ഷൻ ക്യാൻഡിൽസോ അല്ലെങ്കിൽ 2 റീട്രേസ്മെന്റ് ക്യാൻഡിൽസോ എന്നാ പറഞ്ഞിട്ടുള്ളത്. റീട്രേസ്മെന്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു കളർ വെച്ച് ഡിറ്റർമിൻ അല്ല. നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം, നോ ഇഷ്യൂസ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കണം, റിട്രേസ്മെന്റ് ക്യാൻഡിലായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, എടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയും വേണ്ട. ഓക്കെ. ഇത് രണ്ടുപേരും പറഞ്ഞത് ഓക്കെ ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു ക്യാൻഡിൽ എന്താ നിങ്ങളോട് പറയണേ? എനിക്ക് അതാണ് അറിയാൻ കൂടുതൽ താല്പര്യം. ഇത് ഈ ക്യാൻഡിലിന്റെ കാര്യങ്ങൾക്ക് ഓക്കെ ആണല്ലോ, അതിന്റെ ഒരു അനാട്ടമി ഓക്കെ ആണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയാണിത്. ഓക്കെ അല്ലേ?
ബയേഴ്സ് കിടന്ന് അങ്ങോട്ട് പിടിക്കണ്, സെല്ലേഴ്സ് കിടന്ന് ഇങ്ങോട്ട് പിടിക്കണ്, അതിന്റെ നടുക്കൊരു കട്ടയം വന്നു. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? ഈ ക്യാൻഡിൽ എന്താണ് മെജോറിറ്റി? അതിൽ ഓൾറെഡി ബയേഴ്സും സെല്ലേഴ്സും ഒരുപാടുണ്ട്. പക്ഷെ ഒരു പൊടിക്ക് കൂടുതൽ ബയേഴ്സാണ് അവിടെ സ്ട്രോങ്. ഓക്കെ, ഒരാൾ പറഞ്ഞു ബയേഴ്സ് ആണ് സ്ട്രോങ്, ബാക്കിയുള്ളവർ സെയിം അല്ലേ? മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ തന്നെയല്ല വന്നിരിക്കുന്നത്. സ്പിന്നിംഗ് ടോപ്പ് തന്നെയല്ലേ, ഇൻഡിസിഷൻ അല്ലേ മാർക്കറ്റില്? അത് മേലോട്ട് പോയി താഴോട്ട് വന്നു, അത് സെൽ കാൻഡിഡേറ്റ് എടുക്കാം. ഓക്കെ, ഒരു സെല്ലിംഗ് ക്യാൻഡിലായിട്ട് നമുക്ക് കാരണം നോക്കിയേ, ഇവിടെ വന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിനു ശേഷം താഴേക്ക് മാർക്കറ്റ് പോയി. ദെൻ മുകളിൽ വരെ ബയേഴ്സ് കൊണ്ട് പുഷ് ചെയ്തതിനു ശേഷം ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് സെല്ലേഴ്സിന്റെ പമ്പ് കൊണ്ടാണ്. ശരിയല്ലേ? ഇത്ര അങ്ങ് താഴേക്ക് ക്ലോസ് പോയി. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ന്യൂട്രൽ ക്യാൻഡിലായിട്ട് എടുക്കാം. ഒരു പൊടിക്ക് സെല്ലേഴ്സിന്റെ ക്യാൻഡിലായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ ഇത് ഇത്ര ഡിസ്കസ് ചെയ്യാൻ കാരണം ഇവിടെ നിങ്ങളുടെ ചോയ്സ് ആണ്. MS ആയിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെനിക്ക് തെറ്റ് പറയാനൊന്നുമില്ല. MS ആയിട്ട് ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു MS നടന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാലും അതിനെ തെറ്റ് പറയാനില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? നടന്നിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നാണോ? അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ ഇതൊരു പ്രോപ്പർ ആയിട്ടൊരു റിട്രേസ്മെന്റ് ആക്കി ഞാൻ അതിനെടുക്കില്ല. കാരണം എനിക്ക് ഈ ഒരു ക്യാൻഡിലിൽ എനിക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇത് വ്യക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണില്ല. അതെ, ഒരു കൈൻഡ് ഓഫ് ഇൻഡിഷൻ ക്യാൻഡിൽസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിൽസിൽ കൊണ്ടുപോയി ഞാൻ തല വെക്കേണ്ട ആവശ്യം എനിക്ക് അവിടെ ഇല്ല. സാർ ഉദ്ദേശിച്ചത് സെല്ലിലാണോ? സെല്ലിന്റെ ഒരു പൊസിഷൻ നോക്കണേലാണോ സാർ അത്? ഞാൻ ഉദ്ദേശിച്ചതല്ല ബ്രോ. ഞാൻ ഇവിടെ മീൻ ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമാണ്, ഈ ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ നോക്കണം. ഓക്കെ, ഇവിടെ ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ എനിക്കിവിടെ BOS MS നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ ഇതിനെ ഞാൻ ഒരു VS ആക്കി കൺസിഡർ ചെയ്യണം. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു VOS ആയിട്ട് എനിക്ക് ഈ രണ്ട് ക്യാൻഡിൽസ് നമ്മൾ പഠിച്ച തിയറി വെച്ചിട്ട് 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് എന്നാ പറയാ. അതൊരു 2 ക്യാൻഡിൽ പ്രോപ്പർ പ്രോഫിറ്റ് ബുക്കിംഗ് റിട്രേസ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാല്യൂനെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഞാൻ ഡ്രോ ചെയ്യണില്ല. ക്ലിയർ ആണോ? എന്ന് വെച്ച് നിങ്ങൾക്ക് ഇതൊരു 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ് ആയിട്ട് എടുത്ത് ഡ്രോ ചെയ്യുന്നതിലും എനിക്ക് തെറ്റ് പറയാൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യവും അത് തന്നെയാണ്. ഓക്കെ അല്ലേ? എടുക്കണമെങ്കിൽ എടുക്കാം. ക്ലിയർ അല്ലേ? ആ ക്യാൻഡിലിനെ അനലൈസ് ചെയ്യുന്ന രീതിയാണ് ഞങ്ങളിലേക്ക് എത്തിയ ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. നമ്മൾ മേളത്തെ BOS ആയിട്ട് നോക്കത്തില്ലല്ലേ? മേളത്തെ നമുക്ക് മേളില് എടുക്കാൻ പറ്റില്ലേ? അതെ ഇവിടെ അതെടുക്കാം. കാരണം ഇത് നല്ല റിട്രേസ്മെന്റ് ക്യാൻഡിൽസ് അല്ലേ? അല്ല, ഈ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുമ്പോ ഓർഡർ ബ്ലോക്ക് ഇതോ അത് വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കത്തില്ലേ? ഇപ്പൊ മേളി വെച്ച് നോക്കിയിട്ട് ഇവിടെ ഇപ്പൊ FPG ഉണ്ടല്ലോ ബ്രോ, ഉദ്ദേശിച്ച ഇതാണോ? ഇതെടുക്കാം. മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. ഓൾസോ 2 ക്യാൻഡിൽ റിട്രേസ്മെന്റ്, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നു. ഇവിടെ ഓൾസോ FPG ഉണ്ട്. ഇപ്പൊ എല്ലാ കണ്ടീഷൻസും അവിടെ ഒത്തിണങ്ങി വന്നപ്പോൾ നമുക്ക് ഇതിനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഡ്രോ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് ഒരുപാട് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആക്കണ്ട. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണമെങ്കിൽ എടുക്കാം. അത് ഓരോരുത്തരുടെ എല്ലാവർക്കും പല ട്രേഡ് പ്ലാൻസ് ആണ്, പല കാര്യങ്ങളാണ്. നിങ്ങൾ അങ്ങോട്ട് കാര്യങ്ങളെല്ലാം വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ പ്ലാനുകളാണ്. നിങ്ങൾക്ക് ഓരോരുത്തർ ചിലർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ സാറ് പഠിപ്പിച്ച തിയറി ഫസ്റ്റ് ക്യാൻഡിൽ വരുമ്പോ നമുക്ക് നമ്മുടെ ലോവർ ഹൈ എന്തായാലും ബ്രേക്ക് ആയില്ലേ? ഒരു MS കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെയാണോ ബ്രോ? അല്ലല്ല സാർ ഫസ്റ്റ് വെച്ച ഇവിടെ അവിടെയുണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പൊ സാറ് വരച്ച ഫസ്റ്റത്തെ FEGയുടെ തൊട്ട് മേലൊരു ഒരു MS ആയിട്ടാണ് എടുക്കാൻ പറ്റില്ലേ? ഈ ഒരു ഏരിയ MS ആയിട്ട് എടുക്കാൻ പറ്റില്ലെന്ന് എടുക്കാം. അത് കിടിലൻ പ്ലാനാണ്. ആക്ച്വലി കിടിലൻ പ്ലാനാണ് അത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അൾട്ടിമേറ്റ് ഒരു വലിയൊരു പമ്പ് നടന്നൊരു സെല്ലിംഗ് ക്യാൻഡിലാണിത്. ഓക്കെ, ആ സെല്ലിംഗ് ക്യാൻഡിലിന് മുകളിൽ ഒരു ബോഡി ക്ലോസ് കിട്ടുമ്പോൾ ബയേഴ്സ് ആക്റ്റീവ് ആയി എന്നുള്ളത് അർത്ഥം ഉറപ്പായി. അപ്പൊ അതിന്റെ അർത്ഥം തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു FPG നടക്കുന്നു. ആ പ്ലാനിൽ നിങ്ങൾക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. കാരണം റീടെസ്റ്റില് അതെ.
നിങ്ങൾക്ക് ആ പ്ലാനിൽ ഇവിടെ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ള മുകളിൽ നിങ്ങൾക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. അതവിടെ ഒരു MS എന്നുള്ള രീതിയിലാ. MS എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഈ MSS താഴത്തെ എന്നുള്ള സാറേ MSS താഴത്തെയും വേണം ഒരു കൈ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റില്ല. താഴത്തെ മീൻസ് ഇതോ അതല്ല അതിന്റെ മേളില് ആ ഇതോ റെഡിന്റെ ആ അത് അതിന്റെ അത് പക്ഷേ ഇതാണ് റിസ്ക് ആണ്. പക്ഷെ എനിക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്, കാരണം ആ ഒരു റെഡ് ക്യാൻഡലിന്റെ മേലെ ഒരു MS കിട്ടിയോണ്ട് ഇവിടെ ഓക്കെ, എനിക്ക് മനസ്സിലായി, പുറം ഉദ്ദേശിച്ച് മനസ്സിലായി. അപ്പൊ ഇതിൽ ഒരു കാര്യം ഇതിൽ ചിന്തിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലൈസ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ് അല്ലെ. ഇവിടെ നിന്നാണ് ആ ക്യാൻഡിൽ ഡംപ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഡംപ് ചെയ്യാൻ തുടങ്ങിയ ഒറിജിനൽ പോയിന്റ് ഇതാ. അപ്പൊ മിനിമം നമുക്ക് ഈ ഒരു ക്ലോസെങ്കിലും മിനിമം ബോഡി ലെങ്ത് ക്ലോസെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ അത് പവർഫുൾ അല്ല. ഓക്കെ, ഇവിടെയാണ് അത് പവർഫുൾ ആയി മാറിയത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ MS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് ഒരു MS ആക്കി എടുക്കാം. ഇത് പക്ഷെ MS-നേക്കാൾ അപ്പുറത്ത് ഇതിന്റെ ബിഹൈൻഡ് ദ ക്യാൻഡിൽ തിയറിയാണ് ഇതിനെ ഏറ്റവും സ്ട്രോങ് ആക്കി എടുക്കുന്നത്. കാരണം ഇത്രയും പുഷ് നടന്ന ഏരിയയ്ക്ക് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ലോജിക്കുകളെല്ലാം നിങ്ങൾക്ക് മറക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ലോജിക്കലി ഒരു പോയിന്റ് ഉണ്ട്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ആയിരുന്നു. അപ്പൊ ഇതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ബയേഴ്സ് വളരെ പവർഫുൾ ആയി. അപ്പൊ തൊട്ടടുത്തുണ്ടായ ഒരു കീ ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ നോക്കണേ? ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് തൊട്ടടുത്തുള്ള ഒരു കീ ലെവൽ ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? നിങ്ങൾക്ക് അവിടുന്ന് വേറെ ആയിട്ടുള്ള കൺഫർമേഷൻസ് നോക്കാം. നിങ്ങളുടെ ലോജിക്കിലാണ് കാര്യം. ഓക്കെ അല്ലേ? ആ ലോജിക്ക് ടെക്നിക്സിന്റെ കൂടെ ആ ലോജിക് കൂടെ കയറി വരുമ്പോഴാണ് വളരെ അടിപൊളിയായി മാറുന്നത്. ക്ലിയർ അല്ല? കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? കാണിക്കാം. കേട്ടില്ല. വേറെ എക്സാമ്പിൾസും കൂടെ കാണിക്കാമോ? വേറെ നമുക്ക് നോക്കാലോ. സാറ് ഒരു അപ് ട്രെൻഡ് മാർക്കിൽ കാണിച്ചു തരാമോ? അപ് ട്രെൻഡ് മാർക്കറ്റിൽ ചെയ്ത് കാണിക്കണോ? എല്ലാം ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഓക്കെ ട്രെൻഡിലേക്ക് വരുമ്പോൾ. ഓക്കെ, നമുക്കെന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇതെടുക്കാം. സാറേ ഈ യൂറോ മാറ്റിയിട്ട് വേറെ ഏതിലാക്കാവോ? BTC ഓക്കെ, ഞാനിതാക്കാം. ഇതും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ മാറ്റിയാൽ മതിയോ? മതി. യൂറോയില് വലിയ നോയ്സ് അങ്ങനെ വരാറില്ല. ഓക്കെ, ചെയ്യാം. BTC ചെയ്യാം. ഓക്കെ, ഇതിപ്പോ കണ്ടോ, ഇതെന്താണ്? ഒരു ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചറാണ്, ശരിയല്ലേ? ഒരു ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചർ ആണ്. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? മാർക്കറ്റ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കണം. അതിൽ ഫസ്റ്റ് നമ്മൾ കേസ് ഓക്കെ ആയി, മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ഒക്കെ. നല്ല കാര്യം. ഓക്കെ, അപ് ട്രെൻഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ എന്റെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ടിക്ക് ചെയ്യണമെങ്കിൽ BOS ഓർ MS നടക്കണം. ഈ ഏരിയയിൽ BOS നടന്നിട്ടുണ്ടോ? BOS നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഓക്കെ. മൂന്നാമത്തെ കാര്യം, ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടാവണം. ഉണ്ടോ? ഇതൊരു ഇംബാലൻസ് അല്ലേ? അല്ലേ? വേറെ ഏതെങ്കിലും ഇംബാലൻസ് ഉണ്ടോ? വേറെ അതിന്റെ മുകളില് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. സൂം ചെയ്ത് കഴിഞ്ഞാല് ഉണ്ടാവും തോന്നുന്നു. ചെറുതായിട്ട് തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അവിടെ ഇൻബാലൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഡ്രോ ചെയ്തു. ഈ ചെറിയ ഇൻബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ശരിക്കും? അത് കീ ലെവൽ തന്നെയാണ്, ഒരു നിമിഷമില്ല. ചിലരുടെ പവർഫുൾ ഇതായിരിക്കും, എങ്കിലും വില കുറച്ച് കാണാൻ പറ്റില്ല. കീ ലെവൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒന്നുമില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഫസ്റ്റ് ക്യാൻഡിന്റെ ഹൈ, തേർഡ് ക്യാൻഡിന്റെ ലോ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്, അവിടെ ഇല്ല. ഓക്കെ, 2 FEG നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു, ശരിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബിഹൈൻഡ് ദ ലോജിക് കൂടെ ഞങ്ങൾ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സെല്ലിംഗ് പവേഴ്സ് ക്യാൻഡിൽ നിങ്ങൾക്ക് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കേണ്ട ഒരു അവസ്ഥയിൽ കേട്ടോ. സെല്ലേഴ്സ് ഡംപ് ചെയ്യലുണ്ടോ? അത് നല്ല രീതിയിൽ സെല്ലേഴ്സ് ഡംപ് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈ ക്യാൻഡിലിന് മുകളിൽ ഒരു ക്ലോസ് കിട്ടിയാൽ എനിക്കൊരു ബലമായി. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്?
മനസ്സിലാവുണ്ടോ? മനസ്സിലായി. ഇതിന് മുകളിൽ അതിന് ബോഡി മേലെ ക്ലോസ് കിട്ടി, ബോഡി ഒരു ക്ലോസ് ചെയ്തു. ഓക്കെ. ബോഡി ക്ലോസ് കിട്ടിയാൽ നമുക്കൊരു ബലമായി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു തിയറി നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, അതിനു വേണ്ടി പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ അടുത്തൊരു പോയിന്റ് എന്ന് പറയണമെങ്കിൽ 2 പ്ലാനാണ് ഉള്ളത്. അതെ, ഇനി ഓർഡർ ബ്ലോക്ക് വരയ്ക്കണ്ടേ? ഓർഡർ ബ്ലോക്ക് ഏതാ വരയ്ക്കുക? ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഇതല്ലേ ഫസ്റ്റ് ക്യാൻഡിൽ? ഫസ്റ്റ് ക്യാൻഡില്. ഓക്കെ, ഇവിടുത്തെ ഓർഡർ അതിന് ബ്ലോക്ക് വിക്ക് അടക്കം കൂട്ടിയിട്ടാണോ വരയ്ക്കേണ്ടത്? ആ കുറച്ച് താഴേക്ക് പോകണം. അതെ അതെ, നിങ്ങൾ ഇപ്പൊ അത് വിക്കടക്കം കൂട്ടി വരയ്ക്ക്. ഞാനത് പിന്നീട് ഞാൻ മാറ്റി പറയും, ഇത് തന്നെ ഞാൻ തന്നെ മാറ്റി പറയും. ഓക്കെ ഓക്കെ. ഓക്കെ, ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയി ഡ്രോ ചെയ്തു. ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് ഏതാ? ഇതല്ലേ? ആ ക്യാൻഡില്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുട്ടം കൺഫ്യൂഷൻ. ഇത് പഠിച്ചോണ്ട് എവിടെ ഓർഡർ ബ്ലോക്ക് വന്നിട്ട് എന്തിനാ? MS കഴിഞ്ഞിട്ടുള്ള FEG അല്ലേ നമ്മൾ വരയ്ക്കണ്ടേ? അല്ല MS ഉള്ള ഏതെങ്കിലും, അപ്പൊ MS അതിന് മേലല്ലേ വരുന്നത്? അങ്ങനെ ഇത് ഇവിടുത്തെ കാര്യമല്ലേ ബ്രോ ഉദ്ദേശിക്കണേ? ഇവിടുത്തെ കാര്യത്തിൽ ബ്രോ നമുക്ക് ഓക്കെ, ഇപ്പോ ഇവിടെ ഒന്നും FEG ഈ ഒരു BOS ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ എല്ലാം പെൻഡിങ്ങിലാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ മിറ്റിഗേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ FEG നമ്മൾ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? വാലിഡ് ആക്കത്തില്ലായിരുന്നു. കാരണം ആ സമയത്ത് ബ്രേക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? BOS കിട്ടിയിട്ടില്ല. അപ്പോ ഈ ഒരു ഏരിയയിലൊന്നും വ്യക്തമായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു BOS സാറേ ഒരു തവണ വന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ നമുക്ക് അത് വാലിഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഒരു തവണ രണ്ടാമത്തെ മിറ്റിഗേറ്റ് 1, 2, പക്ഷെ എപ്പോഴും ആ ഫസ്റ്റ് വൺ തന്നെ ആയിരിക്കും മെജോറിറ്റി മോസ്റ്റ് പ്രോബബ്ലി പവർഫുൾ ആയിട്ട് വരിക. അല്ല രണ്ടാമത്തെ ഇപ്പൊ തവണയും ചിലപ്പോൾ ഇതിപ്പോ ഒരു തവണ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വാലിഡ് ആയിട്ട് ഒന്നുകൂടെ വരാൻ ചാൻസ് ഇല്ല. ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുമോ അത് FEG ആയിട്ട്? ഫസ്റ്റ്ലി ഒരു തവണ ഇവിടെ സിംഗിളി വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ റൂൾ പ്രകാരം എന്തായിരിക്കും? ഫീൽഡ് ആണോ? ഇൻവാലിഡ് ആവത്തില്ലേ? കാരണം നമുക്ക് ഇവിടെ അതെ ഓൾറെഡി ടെസ്റ്റഡ് ആയല്ലോ. നമ്മളവിടെ എന്ത് നോക്കുക? ഓൾറെഡി സ്ട്രക്ചർ ബ്രേക്ക് ആയതിനു ശേഷം ഇൻവാലിഡ്, അതായത് മിറ്റിഗേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ കാര്യങ്ങള്? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മുട്ട കൺഫ്യൂഷൻ. ഇതാ പഠിച്ചവൻ ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ കീലല്ലേ അല്ലേ? ഇവിടെ തൊട്ടിട്ട് ഇതുവരെ കീലവല്. എന്താ ചെയ്യാ? എന്തായാലും ഇപ്പൊ ഇവിടുന്ന് എൻട്രി വെച്ചിട്ട് ഇവിടെ ഇതിന്റെ താഴെ കൊണ്ട് SL വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റി മണ്ടത്തരം വരല്ലേ? ഓക്കെ, അപ്പൊ അതെ, ഇത് എവിടുന്ന് കേറും? എന്താ നിങ്ങൾക്ക് തോന്നണേ? സാറേ ഒറിജിനൽ അല്ലേ എപ്പോഴും നമുക്ക് ബെസ്റ്റ്? ഇതിൽ ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് കേൾക്കട്ടെ? അല്ല ഒറിജിൻ, അതായത് ഈ പോയിന്റ്. സോറി, അങ്ങനെ ഈ ഒറിജിൻ. ഓക്കെ, അപ്പൊ ഞാൻ പറയണെന്ന് FEG വന്ന് പോയപ്പോ എന്ത് ചെയ്യാ? എൻട്രി പോയില്ലേ? അല്ല ഈ ഓർഡർ ബ്ലോക്ക് വന്ന് പോയാൽ എൻട്രി പോയില്ലേ? അത് പോവും. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബ്രോ പറഞ്ഞതുപോലെ ഇതിനപ്പുറത്തേക്ക് താഴേക്ക് പോകാൻ ഇനി ഒരു ലെവലുകളും പൻഡിങ് ഇല്ല. നമുക്ക് ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എവിഡന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് ഇത്. പക്ഷെ ഇവിടെ നിന്ന് പൊക്കൂടെ? പോവാം. അത് അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരവാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്. ഓക്കെ, അവിടെ നിന്ന് എടുത്താലേ എന്താ സ്റ്റോപ്പ് ലോസ് വെക്കണ്ടേ സാറേ? സ്റ്റോപ്പ് ലോസ് എല്ലാത്തിനും വെക്കണം. അപ്പോ ഇവിടുന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ എല്ലാരും എടുക്കുന്നത് താഴത്തെ OB എല്ലാരും എടുക്കുന്നത്. സാറേ ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഡൗട്ട് വെച്ചിട്ടെ, ഒരു ഫ്രഷ് ബ്ലോക്ക് ആണെന്നാണെങ്കിൽ അതിലേക്കല്ലേ കൂടുതൽ ചാൻസ് ഉണ്ടാവുന്നത്? ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഫ്രഷ് ബ്ലോക്ക് അല്ലേ? അല്ല, അത് ഒരു പ്രാവശ്യം അതിലേക്ക് വിക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരിക്കലും ഇല്ല. ഇത് വിക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് അതല്ലല്ലോ നമ്മൾ നോക്കുക. ഇവിടെ FEG ഫോം ആയതിനു ശേഷം ഈ ഒരു FEG ഫോം ആവുമ്പോഴല്ലേ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ആവണേ? അപ്പോ ഈ FEG ഫോം ആയതിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം പിന്നീട് വന്ന് എന്ത് ചെയ്യണം? മാർക്കറ്റ് വന്ന് എന്ത് ചെയ്യണം? മിറ്റിഗേറ്റ് ചെയ്യണം. പിന്നീട് വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യുന്നത്? ഇൻവാലിഡേറ്റ് ആവുന്നത്. അപ്പൊ ഫസ്റ്റ് എൻട്രി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പൊസിഷൻ അതായിരിക്കുമല്ലോ പ്രയോറിറ്റി കൊടുക്കണം. അതെ, അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് ഞാൻ പറഞ്ഞത്, അതിന് നമുക്ക് ഒന്ന് അടുത്ത ക്ലാസ് വരെ സഹിച്ചു പിടിച്ചിരിക്കേണ്ടി വരും. അതിന്റെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനങ്ങ് ഫിൽട്ടർ ഔട്ട് ചെയ്യും. ചിലതിനൊക്കെ അങ്ങ് എലിമിനേറ്റ് ചെയ്യും, ചിലതിനങ്ങ് ഇന്നാക്കും, അങ്ങനെ ചെയ്യണം. എന്നിട്ട് ആ ഏരിയയിൽ നിന്ന് വ്യക്തമായിട്ട് കൺഫർമേഷൻ നോക്കിയാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ബ്രോ പറഞ്ഞ പോലെ ഒരു ബിറ്റ് കോയിന്റെ ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
BTC. ബിറ്റ്കോയിനോ ഗോൾഡിൽ നിറച്ച് FEG ഇപ്പൊ വന്നേക്കണം. ഓക്കെ, അപ്പൊ ഏതാ വേണം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറഞ്ഞ ഗോൾഡ് പോലെ. മതി. ഗോൾഡ് ഇഷ്ടം പോലെ FEG വന്നിട്ടുണ്ട്. ഇപ്പൊ 15 മിനിറ്റ്സ് എതേരിയം വെക്കുക സാറേ, എതേരിയം. ഏതാ? എതേരിയം ETH. ETH കാര്യം നല്ല നോക്കണത് BTC നോക്കണല്ലേ? ഓക്കെ, നോക്കാം, നമുക്ക് നോക്കാം. ബാ, 15 മിനിറ്റ്സ് ഏത് മിനിറ്റ് നോക്കണം ഞാൻ? 15 മിനിറ്റ്സിൽ ഇഷ്ടം പോലെ FEG ഇപ്പൊ വന്ന് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലൈവ് തന്നെ ആയിക്കോട്ടെ, ലൈവിൽ തന്നെ നോക്കാം. ലൈവ് പറഞ്ഞതുപോലെ നിങ്ങൾ അനാലിസിസ് ചെയ്യേണ്ടത് തുടക്കം ഒരിക്കലും 15 മിനിറ്റിലല്ല എന്നുള്ള വസ്തുത നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ലോജിക്കലി ഇപ്പൊ കറണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാറ്റസിന്റെ പുറത്തേക്ക് സംസാരിക്കാം, അതായിരിക്കും ഇച്ചിരി. ഞാൻ 1 hour ബേസ് ചെയ്താ നോക്കിയത്. 4 hour 1 hour ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ. ഓക്കെ, ഇതിപ്പോ ഞാൻ കറണ്ട് നിൽക്കുന്ന ഒരു ഇതിന്റെ പുറത്ത് സംസാരിക്കാം. ഓക്കെ, നടക്കട്ടെ. ഇപ്പൊ ഇവിടുന്ന് നോക്കുകയാണേ, ഇവിടുന്ന് ഞാൻ നോക്കി തുടങ്ങുകയാണ്. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നു, വീണ്ടും ഒന്ന് അപ്പിലേക്ക് പോകുന്നു, മാർക്കറ്റ് ഇവിടെ വെച്ചൊരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നു. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആകുന്ന കാര്യങ്ങൾ ഓക്കെ ഫൈൻ, മനസ്സിലാക്കി. ഓൾസോ ഇവിടെ FEG ഉള്ള കാര്യവും മനസ്സിലാക്കി അല്ലേ? FEG ഉള്ള കാര്യവും മനസ്സിലാക്കി. ആ FEG ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഒരു ഓർഡർ ബ്ലോക്ക് ആയി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഫൈൻ. എന്നിട്ട് വീണ്ടും എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് വീണ്ടും വരുന്നു, വീണ്ടും ഒരു 2 candle റിട്രേസ്മെന്റ് എന്നുള്ള രൂപത്തിൽ മാർക്കറ്റ് സെറ്റ് ചെയ്യുന്നു. ദെൻ വീണ്ടും എന്ത് സംഭവിക്കുന്നു? വീണ്ടും ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുന്നു. ഓക്കെ അല്ലേ? ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുമ്പോൾ FEG ഉണ്ടോ നോക്കി, FEG ഇവിടെ ഉണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഞാൻ ഓർഡർ ബ്ലോക്ക് ആയിട്ട് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ മാർക്കറ്റിന് 2 സിനാരിയോ ഉള്ളത്. ഒന്നെങ്കിൽ മാർക്കറ്റിന് ഇങ്ങനെ വന്ന് ഈ FEG മിറ്റിഗേറ്റ് ചെയ്തിന് മാർക്കറ്റിന് താഴേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോവാം. ഓക്കെ അല്ലേ? ഈ 2 സിനാരിയോ ഉള്ളത്. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഇതിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒരു കാര്യം കേട്ടോ, ഏറ്റവും മേള് വരെ പോകാൻ പറ്റില്ല ഓർഡർ ബ്ലോക്ക് പോലെ. ഇവിടെ വരെ പോവാം ഉറപ്പായിട്ടും. ഈ ഒരു ചാൻസും കൂടെ ഉണ്ട് ഉറപ്പായിട്ടും. ഈ ഒരു ചാൻസും കൂടെ ഉറപ്പായിട്ടും ഉണ്ട്. കാരണം അതിന്റെ റീസൺ ഞാൻ കണ്ടത് 1 hour അതായത് ഹയർ ടൈം ഫ്രെയിമില് ലോവർ ലോ ബ്രേക്ക് ആയിട്ടില്ല. ഓക്കെ, ലോവർ ലോ ബ്രേക്ക് ആയിട്ടില്ലെന്നോ? മീൻസ് അതിന്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് വന്നിട്ടില്ല. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കാം. ഓക്കെ, ഇതൊക്കെ അപ്പൊ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ FEG മാർക്കറ്റ് താഴേക്ക് പോവാം, അതല്ല എങ്കിൽ ഇവിടുന്ന് ഈ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന മാർക്കറ്റ് താഴേക്ക് പോവാം, അതല്ലെങ്കിൽ ബ്രോ പറഞ്ഞതുപോലെ ഈ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന മാർക്കറ്റ് താഴേക്ക് പോവാം. ഈ 3 സിനാരിയോ ഉള്ളത്. ശരിയല്ലേ? ഓക്കെ, ഇത്ര മനസ്സിലായി. ഈ സെല്ല് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്, ഒളിച്ചു കിടക്കുന്നുണ്ട്. എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? അതെനിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അത് ഫൈൻ. ഓക്കെ, താഴേക്കാണ് പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഒരു സാധനം തന്നെയാണ് ബ്രേക്ക് സ്ട്രക്ചർ. ഓക്കെ, അതല്ലാതെ എനിക്ക് വേണ്ടത് ടെക്നിക്കലി ഉള്ള നോളജ് അല്ല, എനിക്ക് വേണ്ടത് നിങ്ങളെ ഒരു ഐക്യമാണ് എനിക്ക് വേണ്ടത്. ലോജിക്കലി നിങ്ങളൊന്ന് ചിന്തിക്കാനേ. ലിക്വിഡിറ്റി സ്വീപ്പ് ആണോ? ഞാൻ പഠിപ്പിക്കാത്ത ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണില്ല, പഠിച്ച കാര്യം മാത്രം. സാർ എന്താ ഉദ്ദേശിച്ചത് പറയാമോ? അതായത് ടെക്നിക്കലി നിങ്ങൾ ഓക്കെ ഫൈൻ, നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലേ? ഇവിടുന്ന് ഒരു FEG ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു FEG എന്നൊക്കെ മാർക്കറ്റ് താഴേക്ക് പോവാം. അതായത് നമ്മളുടെ വ്യൂ എന്താണ്? സെല്ലാണ്. ഇത്ര ഓക്കെ അല്ലേ? നമ്മളുടെ വ്യൂ സെല്ലാണ്. ഇത്ര ഓക്കെ ഫൈൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഇപ്പോഴത്തെ പറഞ്ഞതെല്ലാം ടെക്നിക്കലി ഉള്ള കാര്യങ്ങളാണ്. ശരിയല്ലേ? ടെക്നിക്കൽ പരമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചത് മൊത്തം. എനിക്ക് വേണ്ടത് മാത്രമല്ല, എനിക്ക് വേണ്ട എന്താണ്? നമ്മളെ ലോജിക് കൂടെ വേണം. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു FEG എന്തെന്തോ ആയിക്കോട്ടെ, ഈ 4 എണ്ണം പവർഫുൾ ആവാൻ ഒരു റീസൺ ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ലോജിക്കലി എന്തായിരിക്കും അത്?
ഒരു വലിയ റെഡ് ഗ്രീൻ ക്യാൻഡിൽ. ക്യാൻഡലിന്റെ വിക്ക് ഈ ഉണ്ട്, ക്യാൻഡിൽ താഴത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഈ അത് തന്നെ. ക്യാൻഡിൽ ആ വലിയ ക്യാൻഡിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ആ ചിന്ത കൂടെ നിങ്ങളെ മനസ്സിൽ വരണം. ഓക്കെ, അതായത് അതെ. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു എങ്കിൽ എനിക്ക് ഇവിടെ നിന്നോ എടുക്കാൻ എനിക്കൊരു ബലക്കുറവുണ്ടായേനെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ബയേഴ്സ് വളരെ പവർഫുൾ ആയിട്ട് പുഷ് ചെയ്തൊരു ക്യാൻഡിലാണിത്. കളർ ഒന്നും ഇവിടെ മാറ്റർ ആക്കണ്ട. ഓക്കെ, വളരെ പുഷ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിലാണിത്. എന്നിട്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? ഒരു സൈഡ് ബേസ് മാർക്കറ്റിലേക്ക് സ്വിച്ച് ആയി മാറിയത്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സാറേ ഒന്നുകൂടി പറയാമോ? ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബയേഴ്സ് പുഷ് ചെയ്തൊരു ക്യാൻഡിലാണ്. ശരിയല്ല? ഇത് ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് ബയേഴ്സ് പുഷ് ചെയ്തോണ്ടല്ലേ ഓക്കെ. ഇത്രയും വിക്ക് മേളിലേക്ക് പോയത്. അതെ അപ്പോ അതെ. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഈ വിക്കിന് താഴെ ഒരു സെല്ലേഴ്സിന് പുഷ് ചെയ്യാൻ സാധിച്ചാൽ അത് കംപ്ലീറ്റ്ലി മാർക്കറ്റ് സെല്ലേഴ്സിന്റെ അണ്ടറിലേക്ക് കയറും. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ 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 അതെ. ക്ലിയർ ആണോ? രണ്ടാമത്തെ കേസ്, ഈ ഒരു ഹൈ, ഇതൊരു സൈഡ് ബേസ് മാർക്കറ്റ് അല്ലേ? ഈ ഹൈക്കും ഈ ലോയ്ക്കും ഇടന്ന് മാർക്കറ്റ് കളിക്കല്ലേ? അതെ 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 അതെ. അപ്പൊ ഒന്നെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഇതിനെ ബ്രേക്ക് ചെയ്താൽ നമ്മൾ ആദ്യം പഠിച്ച സിമ്പിൾ ലോജിക്ക്, ഇതിനെ ബ്രേക്ക് ചെയ്താൽ അവിടെ സെല്ലേഴ്സ് ആണ് കൂടുതൽ ആക്റ്റീവ്. ഇതിനെ ബ്രേക്ക് ചെയ്താൽ ബയേഴ്സ് ആണ് അവിടെ കൂടുതൽ ആക്റ്റീവ്. വളരെ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിനെങ്ങനെ കോർത്തിണക്കുക. പറഞ്ഞ മനസ്സിലായോ? എന്തേലൊക്കെ കാണിക്കുന്നില്ലേ? സാറേ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മള് മേളിലേക്ക് അത്രയും പോയപ്പോഴല്ലേ നമുക്ക് ഹൈയും ലോയും കിട്ടിയത്. പക്ഷെ അതിന് തൊട്ട് താഴെ നമ്മൾ മിഡിന്ന് എടുക്കുന്നതാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് തൊട്ട് അതാണ്. ഇതുവരെ തന്നെയാണ്. അപ്പൊ നമ്മൾ അത് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ അപ്പോ ഇതിന് താഴെ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ നിൽക്കുന്ന ഏരിയകളെല്ലാം വളരെ പവർഫുൾ ആയി. അപ്പൊ നിങ്ങൾക്ക് ഇനി തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വ്യക്തമായിട്ട് കൺഫർമേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് വെച്ചോട്ടെ സാറേ. ആ, പറഞ്ഞു. ഓൾറെഡി ഇപ്പൊ ടൈമായി. നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റ് വരച്ച ഒരു ഇത് കൊടുത്തിട്ടുണ്ടോ, ഒരു എന്തോ? സപ്പോർട്ട് പോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ. ആ ഓക്കെ. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാതെ വരുന്നതിന് മുന്നേ നമുക്ക് അവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ഇല്ല. അതിനെ ബ്രേക്ക് ചെയ്ത് എങ്കിൽ മാത്രമേ അതെ നമുക്ക് അവിടെ ഒരു അതെ എൻട്രി അതെ പ്ലേസ് ചെയ്യാൻ അതെ അതെ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് ബ്രോ. ഈ ഒരു ഏരിയയിൽ ഈ ഒരു വിക്ക് വന്നപ്പോഴും നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാൻ ഒരു കൈൻഡ് ഓഫ് ബലം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് ബലം കിട്ടിയെന്ന് പറയുന്നത് ഈ ഒരു ക്ലോസിലൂടെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു ക്ലോസ് കിട്ടിയപ്പോഴാണ് നമുക്കൊരു ബലമായത്. ഈ ഒരു ഏരിയയിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയാൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ അല്ലേ? അല്ല സാർ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഉം. സാറ് പറഞ്ഞില്ലേ രണ്ട് OB മാർക്ക് ചെയ്തില്ലായിരുന്നോ? അപ്പൊ ഇൻ കേസ് മേളിൽ അപ്പ് ട്രെൻഡ് വരുമ്പം ആ OB ഇടയ്ക്ക് സെല് ചെയ്യാനാണോ ക്ലോസ് ചെയ്യാനാണോ സാർ ഉദ്ദേശിച്ചത്? ഇൻ കേസ് അപ്പ് ട്രെൻഡിലോട്ട് വരുമ്പം അപ്പിലേക്ക് വരില്ലല്ലോ ബ്രോ. ഇവിടെ കംപ്ലീറ്റ്ലി അല്ല, ഒരു ഇൻ സ്ട്രക്ചർ കേസ് വരുന്നത്. വരുമ്പം എടുക്കുമ്പം സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ലേ നമ്മള്? സ്റ്റോപ്പ് ലോസ് മേളിലത്തെ. അതായത് ബ്രോ ഉദ്ദേശിച്ചത് റിട്രേസ്മെന്റ് ആണോ ബ്രോ ഉദ്ദേശിച്ചത്? അതന്നെ അല്ല, അതന്നെ. റിട്രേസ്മെന്റ് വരുമ്പോ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഇവിടുന്ന് വാലിഡ് ആയിട്ടുള്ള ലോവർ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻട്രി എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന ഹൈയും ലോയുമാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്യുക. ഇതിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. സാറേ ഞാൻ ഒരു ഡൗട്ട് എടുത്ത് വെച്ചോട്ടെ. ഓക്കെ ഓക്കെ, ഓൾറെഡി ഇപ്പൊ നമ്മൾ 9:50. സപ്പോർട്ട് പോലെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് അവിടെ അതിനെ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ വന്നു. ഉം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് നമ്മളിപ്പോ മറ്റേ FEG വരച്ചിട്ടില്ലേ, ഉം. അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ചിറങ്ങുവാണെന്നുണ്ടെങ്കിൽ ആ ഉം. FEG നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അവിടുന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ഇവിടുന്ന് ഒരു MS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് MS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് എൻട്രി പ്ലേസ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് എന്തുകൊണ്ടെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ബ്രോ ചോദിച്ച ചോദ്യത്തിന് സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു FEGയിലേക്ക് ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വാലിഡ് ആയിട്ടുള്ള ആദ്യം ഇവിടുന്ന് ഒരു ബോഡി ക്ലോസ് വന്നു.
ഈ ലൈന് മനസ്സിലായി. ബോഡി ക്ലോസ് ചെയ്തതിന് ശേഷം ഓക്കെ, അത് മാർക്കറ്റ് തന്നെ. തിരിച്ച് മുകളിലേക്ക് കയറി. അതെ അതെ, മനസ്സിലായി. ഈ ഒരു ബോഡി ക്ലോസിന് ശേഷം വീണ്ടും ഈ മാർക്കറ്റ് ഒരു FEG-യിലേക്ക് വന്നാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ബ്രോ. അത് ഓക്കെ, തന്നെ. അവിടെ നിന്ന് എൻട്രി എടുക്കാം. വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ നോക്കി അവിടെ നിന്ന് എൻട്രി എടുക്കാം. ബൈ വന്ന ക്യാൻഡിലിന്റെ ബോഡി ക്ലോസ് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? കാര്യം ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തമായിട്ടുള്ള ലെവലുകളാണ്. ഓർഡർ ബ്ലോക്കും റിഫൈൻഡിന്റെ കേസൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. FEG-യും ഓർഡർ ബ്ലോക്കും നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് കുത്തിയിരുന്നൊന്ന് വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് അതേപോലെ തന്നെ ചാറ്റ്സ് ഇടുക, ടാഗ് ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയണമെന്ന് വെച്ചായിരുന്നു. ചാർട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ചാർട്ട് ഇടുമ്പോഴത്തേക്ക് ദയവ് ചെയ്ത് മെന്റേഴ്സ് അല്ലാത്ത ആരും അതിനെ പോയി കറക്ഷൻ ചെയ്യാതിരിക്കാതിരിക്കുക. ഓക്കെ, അത് വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് തന്നെ അത് കൺഫ്യൂസ്ഡ് ആവും, ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവണം. ഓക്കെ ഓക്കെ, അപ്പൊ അത് എല്ലാവരും ഒന്ന് ചെയ്യുക. ഓക്കെ, പിന്നെ ക്ലാസ്സിന്റെ കേസിലൊക്കെ തന്നെ കുറെ പേര് ഇങ്ങനെ വന്ന് നിങ്ങളടുത്ത് പേഴ്സണലായിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്നാൽ ക്ലാസ് ഇല്ലേ എന്നുള്ള രൂപത്തിലൊക്കെ ഒരു ലേഖന രൂപത്തിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് ഓൾറെഡി ഞങ്ങൾ CRT-യുടെ പെയ്ഡ് മെന്റർഷിപ്പ് കൊടുക്കുന്ന ആൾക്കാരാണ്. CRT ICT-യുടെ പെയ്ഡ് മെന്റർഷിപ്പ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയാണ് ഞങ്ങൾ ഈ സിലബസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി സെപ്പറേറ്റ് സമയം കണ്ടെത്തി സെപ്പറേറ്റ് ക്ലാസ് എല്ലാം ഇപ്പോൾ നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നും ക്ലാസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നൊരു റിസർച്ച് ദിവസമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നാളെ വേറെ മെന്റർഷിപ്പിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് മുന്നോട്ട് പോണേ. അപ്പോൾ നിങ്ങളത് കുറച്ച് കാണാതിരിക്കുക, കാരണം ഞങ്ങൾ അത്രയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അത് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഒരു മടിയും വിചാരിക്കരുത്. ഓക്കെ അല്ലേ? നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആവണം. അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. സാറേ ഇപ്പൊ ഗ്രൂപ്പിൽ ഇടേണ്ടത് ഓർഡർ ബ്ലോക്കും FEG-യുടെയും വരച്ചിട്ടല്ലേ? അതെ, ഓർഡർ ബ്ലോക്ക് FEG-യും വരയ്ക്കുക. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കാനല്ല, അതിന്റെ കൂടെ നിങ്ങൾ ഈ ലോജിക്ക് പരമായിട്ടുള്ള കാര്യങ്ങളില്ലേ, അതിനെക്കുറിച്ചും കൂടെ ആ ചാർട്ടിൽ റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കിട്ടിയിട്ട് നിങ്ങൾ പറയണം അതിന് താഴെ ഉള്ള സംഭവങ്ങൾ എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രമോദ് ബ്രോയ്ക്കോ ഷാഫിക്കോ ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് അയച്ചെന്നാലും അത് കാണാനാണ് എനിക്ക് കൂടുതൽ സന്തോഷം. കാരണം നിങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഇതിനെക്കാട്ട് അപ്പുറത്തേക്ക്. ഓക്കെ, നിങ്ങൾ ആ ചാർട്ടിനെ ലോജിക്കലിയും കൂടെ ചിന്തിച്ചു തുടങ്ങാം. അപ്പൊ നിങ്ങളെ വളർച്ച വളരെ പെട്ടെന്നാവും. ഓക്കെ അല്ലേ? ഓക്കെ സാറേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു മടിയും വിചാരിക്കണ്ട. രാത്രി 2 മണിക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ തരും. നോ ഇഷ്യൂസ്, ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്ന ഡൗട്ട് അപ്പം നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ അല്ലേ? മാക്സിമം വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ഫാസ്റ്റ് തന്നെ അടുത്ത ക്ലാസ് വെക്കാം. അടുത്ത കഴിഞ്ഞ ആഴ്ച കുറച്ച് അധികം പരിപാടികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത്. ഓക്കെ, അപ്പോ ഈ ആഴ്ച നമുക്കത് ബാക്കി സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം ചാർട്ട്സുകളൊക്കെ മാക്സിമം ഫാസ്റ്റ് തന്നെ ഷെയർ ചെയ്യും. മാക്സിമം നമുക്കൊരു ബുധനാഴ്ച തന്നെ അടുത്ത സെഷൻ ഞാൻ വെക്കാൻ ശ്രമിക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇരുത്തി മുഷിപ്പിക്കണില്ല. 9:52 ഡൗട്ട് എന്തെങ്കിലും ആർക്കൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി. പറഞ്ഞു ഒരു കാര്യം കൂടി, ഈ FEG-യിൽ ഒരു പ്രാവശ്യമല്ലോ 2 ടൈംസ് വരെയൊക്കെ എൻട്രി വരാൻ ചാൻസ് ഇല്ലേ? FEG-യിൽ 2 ടൈംസ് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്താൽ റിയാക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ തവണ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് അത് ഉറപ്പിക്കണേ? ആ ഒരു FEG-യിൽ വന്ന് രണ്ടാമത്തെ തവണ മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് എൻട്രി വരിക. മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി. എന്നിട്ട് അതിനുശേഷം ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ട. FEG-ലേക്ക് വരുന്ന വരവിന്റെ പരിപാടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ ബൈ. ശരി, ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ഗോഡ് ബ്ലെസ് യു. എന്താ സംഭവം? കേട്ടില്ല, എന്നോടാണോ ചോദിച്ചത്? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ബ്രോ. അപ്പൊ ഓക്കെ ഓക്കെ, ശരി.